നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇൻഡിഫറൻസ് കർവ് എന്നുള്ള പോർഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം വ്യൂവേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരുന്നു, 1-2 ദിവസത്തോളം. ഇന്നാണ് ഒരു 50 പേരോളം കണ്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഏകദേശം ഒരു 40-50 പേരോളം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഓരോ ക്ലാസിന്റെയും കണ്ടിന്യൂവേഷൻ ആണ് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തവണ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, അത് പഠിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഉടനെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല, അത് കണ്ടുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ആ കണ്ടിന്യൂവേഷൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം മുഴുവൻ ആൾക്കാരും തന്നെ, അല്ലെ മുഴുവനുള്ള ആൾക്കാർക്ക് അടുത്തെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുകയുള്ളൂ. ഒരു കാര്യം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ നമ്മുടെ വിവരം അനുസരിച്ച് സിലബസുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസുകൾ വെട്ടിക്കുറയ്ക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. CBSE ഒക്കെ 30% സിലബസ് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് സിലബസ് വെട്ടിക്കുറയ്ക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി വിലയിരുത്തുന്നത് സിലബസ് വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് അത് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുമെന്നാണ്. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ +1 അല്ലെ +2 പഠിക്കേണ്ട ഒരു കാര്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് എന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും +2 പഠിക്കുന്ന വിഷയം നിങ്ങൾക്ക് ഡിഗ്രിക്ക് എടുക്കാൻ പറ്റുള്ളൂ. 99% ആൾക്കാരും +2 പഠിച്ച വിഷയങ്ങൾ തന്നെ ഡിഗ്രിക്ക് എടുക്കുകയുള്ളൂ. മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെ പറ്റുള്ളൂ. അല്ലാത്തവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എക്കണോമിക്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ ഡിഗ്രിക്ക് എടുക്കുന്ന സമയത്ത് ഈ വർഷം നമ്മൾ സിലബസ് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ധാരാളം പാഠഭാഗങ്ങൾ നഷ്ടപ്പെടുകയും അതുമൂലം ഡിഗ്രി പഠനം വലിയ ദുഷ്കരമായി തീരുകയും ചെയ്യും. അപ്പോൾ എക്കണോമിക്സ് ഒക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം 2ാം വർഷം പഠിക്കുന്ന മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഡിഗ്രിയിൽ ആദ്യത്തെ വർഷം പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഡിഗ്രി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ പിന്നെ വന്ന് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമ്മൾ മൈക്രോയും മാക്രോയും നന്നായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതൊരു വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിഗ്രിക്ക് പഠനം തോന്നുന്നത് എന്നുള്ളതാണ്, എക്കണോമിക്സ് എടുത്ത വിദ്യാർത്ഥികൾ. അപ്പൊ അതുകൊണ്ട് ഡിഗ്രിക്ക് എന്തായാലും നിങ്ങൾ എക്കണോമിക്സ് അല്ലെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യോളജി, ഹിസ്റ്ററി ഒക്കെ എടുത്തേ മതിയാവുള്ളൂ. ഈ വർഷം സിലബസ് വെട്ടിക്കുറച്ചാലോ നിങ്ങൾ പഠിക്കാതിരുന്നാലോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ജയിച്ചു പോയേക്കാം. പക്ഷെ പിന്നീട് ഹയർ സ്റ്റഡീസിന് പോകുന്നവരെ സംബന്ധിച്ച് അത് വലിയൊരു പ്രതിബന്ധം തന്നെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് തന്നെ സിലബസ് വെട്ടിക്കുറയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സിലബസ് വെട്ടിക്കുറയ്ക്കുന്ന അവിടെ നിൽക്കട്ടെ, അത് കുറയ്ക്കില്ലെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്താണ് ഓൾട്ടർനേറ്റീവ് എന്ന് ഗവൺമെന്റ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സിലബസ് വെട്ടിക്കുറച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും പരീക്ഷ നടത്താതിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് സെക്കൻഡ് ഇയേഴ്സിന്. കാരണം ഡിഗ്രിക്കുള്ള പ്രവേശനത്തിനുള്ള മാനദണ്ഡം എന്ന് പറയുന്ന +2 മാർക്ക് തന്നെ. അപ്പോൾ ഓൺലൈൻ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ പഠനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എക്സാം നടത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇനിയും മാസങ്ങളോളം മുന്നോട്ട് പോവുകയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഡിസംബറിലെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ എന്നുള്ളത് ഡിസംബറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സെപ്റ്റംബറോടുകൂടി തുറക്കാൻ പറ്റുമോ എന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചിരുന്നു, ഗവൺമെന്റുകളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ സെപ്റ്റംബറിൽ തുറക്കാൻ പറ്റുമോ എന്നുള്ളത് ഡിസംബർ എന്ന രീതിയിലാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഡിസംബർ കഴിഞ്ഞ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞ എക്സാം ശരിക്കും നടക്കേണ്ടത്. നമുക്ക് ഡിസംബറിൽ ക്ലാസ് തുടങ്ങിയാൽ കൂടി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എടുത്താൽ കൂടി വെക്കേഷൻ കാലയളവ് കൂടി അക്കാഡമിക് ഇയർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു 4-5 മാസം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ട ഇതാണ്, ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക, കയ്യിലുള്ള ടെക്സ്റ്റുകൾ വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ പോകുമ്പോഴുള്ളൂ. എക്കണോമിക്സിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമേ ടെക്സ്റ്റ് വായിച്ച് നോക്കി
എല്ലാ വീഡിയോസും ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി പഠിച്ചാൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ 2 വർഷം പോയി എന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ. +1ഉം +2ഉം പോയി. +2 തോറ്റാൽ പിന്നെ ശരിക്കും +1 +2 അല്ല പോയത്, 12 വർഷമാണ് പോകുന്നത്. പിന്നീട് ഒരു ഡിഗ്രി അഡ്മിഷൻ കിട്ടുകയെന്ന് എളുപ്പമൊന്നുമല്ല. അല്ല, ഡിഗ്രി കിട്ടുകയല്ല. +2 തോറ്റു കഴിഞ്ഞാൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടുകയല്ല. വേറെ വല്ല കോഴ്സിനൊക്കെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ച് പോകാനേ പറ്റുകയുള്ളൂ. അപ്പൊ അതൊക്കെ കൂടുതൽ പ്രയാസകരമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളാണ്. എന്തായാലും എക്സാമുകൾ ഉണ്ടാകും. ഓൺലൈൻ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായില്ലെങ്കിൽ കൂടി മറ്റൊരു രീതിയിൽ ഉണ്ടാകുന്ന ഗവൺമെന്റ് പറയുന്നു. എന്തായാലും എക്സാം ഉണ്ടാകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. എക്സാം നടത്താതെ ഒരിക്കലും ഡിഗ്രി പ്രവേശനം സാധ്യമാവില്ല. വേറെ മാനദണ്ഡങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ 2-3 മാസങ്ങൾ അല്ലെ 4 മാസങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ. ആ സമയം കൊണ്ട് അധ്യാപകർ അവരുടെ പോർഷനൊക്കെ ചിലപ്പോൾ തീർച്ചേക്കാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ വിഷമം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള സമയമെങ്കിലും പാഴാക്കാൻ പാടില്ല. ഇനി പാഴാക്കി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു 50ഓളം പേര് കാണുവാൻ വേണ്ടി തന്നെ 3 ദിവസത്തോളം അടുത്ത് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോയും കാണുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു വീഡിയോ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം എടുത്ത റാങ്കിങ്ങും അല്ലെ ഓർഡിനൽ അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും മൊണോട്ടോണിക് പ്രിഫറൻസും ഒക്കെ എന്താണ് ഒരു തിയറിയുടെ ആദ്യ ഭാഗങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ തിയറി പൂർണ്ണമായിട്ടില്ല. ഒരു വീട് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെ വോളും കോൺക്രീറ്റ് മുകളിലെ ചുവരുകളും കാര്യങ്ങളും എല്ലാം മാർക്കലെല്ലാം കഴിഞ്ഞാൽ ഒരു വീടിന്റെ രൂപമാവുകയുള്ളൂ. അപ്പൊ നമ്മളൊരു തിയറിയുടെ തുടക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കണ്ടുകൊണ്ട് തിയറി പൂർണ്ണമായെന്നോ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവണമെന്നോ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ ഇപ്പോഴാണ് ഉള്ളത്. ഇതുകൂടെ കണ്ടു കഴിഞ്ഞ് ഒരു ചാപ്റ്റർ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ പറഞ്ഞാൽ ഒരു വീട് നമുക്ക് കണ്ടാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കണ്ടാൽ ഒന്നും മനസ്സിലാവണമെന്നില്ല, അല്ലെ ഒരു പ്ലാൻ കണ്ടാൽ ഒന്നും മനസ്സിലാവണമെന്നില്ല. ഒരു വീട് പൂർണ്ണമായും ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്കൊരു സ്ട്രക്ചർ വരുന്ന ഒരു രൂപം വരുന്നതും ആ വീടിന്റെ ഭംഗിയൊക്കെ മനസ്സിലാകുന്നതൊക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന തിയറീസ് പല വീഡിയോസിലായിട്ടായിരിക്കും കിടക്കുക. അപ്പൊ കഴിഞ്ഞ വീഡിയോസിന്റെ ഭാഗമായിട്ടുള്ള അല്ലെ ചാപ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള പോർഷൻ ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. അപ്പൊ ഇത് കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ എല്ലാം കണ്ട് കാര്യങ്ങൾ കുറെയെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഈ ഒരു തിയറി, ഓർഡിനൽ അനാലിസിസ് തിയറി പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ, എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുകയുള്ളൂ പഠിക്കാനൊക്കെ. അപ്പൊ ഇനി വളരെ ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ. ഉള്ള സമയം പാഴാക്കി കളയാതെ നന്നായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ എക്സാമിന് നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, 6-7 മാസങ്ങൾക്കുള്ളിൽ +2 കഴിയും. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു വർഷമൊന്നും നമുക്ക് ഇനി കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ഒരു വർഷത്തെ സമയം അല്ലെ 12 മാസമൊന്നും ഒരിക്കലും ഇനി ലഭിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ലഭിക്കുന്ന സമയം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ലഭിക്കുന്ന സമയം, ഇപ്പൊ ലഭിക്കുന്ന ക്ലാസ്സുകൾ അത് നന്നായിട്ട് വിനിയോഗിക്കുക, കാണുക, സംശയങ്ങൾ ചോദിക്കുക, അത് നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യും, എനിക്ക് ഇത്രയും മാർക്കുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിലപ്പെട്ട സമയം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. ഇപ്പൊ എല്ലാവർക്കും തന്നെ വീട്ടിൽ ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്, മൊബൈൽ ഫോണുകളും ടിവികളും ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് പറ്റാവുന്ന പോലെ പഠിക്കുക എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമ്മുടെ എക്കണോമിക്സിനെ സംബന്ധിച്ച് വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ കൃത്യമായിട്ട് ഇപ്പൊ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി കാണുക, കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് കണ്ടേ തീരൂ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് ഇൻഡിഫറൻസ് കർവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഇൻഡിഫറൻസ് കർവുകൾ, അതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും, അപ്പൊ അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ ചാപ്റ്ററിന്റെ ഇതുവരെ നമ്മൾ എടുത്ത പോർഷൻസിന്റെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച എനിക്ക് സബ്മിറ്റ് ചെയ്യുക. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയാണ് ടൈം. 24-ാം തീയതി, 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്, 24-അല്ലേ? 24, അതെ, 24-ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ സബ്മിറ്റ് ചെയ്യുക. 5 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഇൻഡിഫറൻസ് കർവ് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിൽ വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇതുവരെ ഉള്ളത് മാത്രം കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്. നമ്മൾ പറഞ്ഞ ഇതാണ്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ കൺസ്യൂമേഴ്സ് എങ്ങനെ പെരുമാറുന്നു എന്നതുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് 3 തിയറികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മാർഷലിന്റെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. 2 ഹിഗ്സിന്റെയും അലന്റെയും ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. 3 സാമുവൽസിന്റെ പോളസ് സാമുവൽസിന്റെ റിവീൽഡ് പ്രിഫറൻസ് തിയറമാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ 2 തിയറികൾ ആണ്. 2 തിയറികളുമായി അല്ലെ പൂർണ്ണമായിട്ട് 2 തിയറികൾ പഠിക്കാനില്ല. 2 സിദ്ധാന്തങ്ങളുടെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്നുള്ള കാര്യം. അപ്പൊ അതിൽ നമ്മൾ കണ്ടു, മാർഷലിന്റെ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിക്കകത്ത് കണ്ടു, ഒരു ഉപഭോക്താവ് ഒരു വസ്തുവിന്റെ ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് അയാൾക്ക് ആ വസ്തുവിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. അഥവാ ഓരോ യൂണിറ്റിന്റെ അഡീഷണൽ യൂണിറ്റ് കൺസംഷൻ ചെയ്യുന്നതനുസരിച്ച് ആ വസ്തുവിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 0 ആകും. അല്ലെങ്കിൽ അതേ സമയം തന്നെ മാർജിൻ യൂട്ടിലിറ്റി 0 ആകുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം മാർക്കറ്റിൽ ആൾക്കാർ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെ കൺസ്യൂമേഴ്സ് വസ്തുക്കൾ മേടിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണ്, അവരുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത്. അപ്പം മാർക്കറ്റില് കൺസ്യൂമേഴ്സ് വസ്തുക്കൾ മേടിക്കുമ്പോൾ, ഉപഭോഗം ചെയ്യുന്ന സമയത്ത് അവരുടെ മൊത്തം സാറ്റിസ്ഫാക്ഷൻ അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് എപ്പോഴാണ് അവരുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്, ആ ലെവൽ അല്ലെ അത്ര അളവ് ക്വാണ്ടിറ്റിയിലുള്ള വസ്തുക്കളാണ് ഉപഭോക്താക്കൾ മേടിക്കുക എന്നുള്ളതാണ് മാർഷൽ പറയുന്നത്. അപ്പൊ ഇതേ തിയറി വെച്ചിട്ട് അല്ലെ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്നുള്ള ഈ സിദ്ധാന്തം വെച്ചിട്ട് തന്നെയാണ് മാർഷൽ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ പറഞ്ഞു, സാധനങ്ങളുടെ വില കൂടിയിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ളത് ആണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇഫ് അതർ തിങ്സ് റിമെയിൻ ദ സെയിം there is inverse relationship between price and quantity demand of a commodity which is known as law of demand എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ലോ ഓഫ് ഡിമാൻഡിനെ മാർഷൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്നുള്ള തിയറിയാണ്. അപ്പൊ അത് വെച്ച് അദ്ദേഹം പറയുന്ന ഇതാണ്, ആൾക്കാര് ആദ്യം വസ്തുക്കൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ആദ്യത്തെ അളവ് വസ്തുക്കൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആദ്യത്തെ അളവ് ക്വാണ്ടിറ്റീസ് ഉയർന്ന മാർജിൻ യൂട്ടിലിറ്റി വ്യക്തികൾക്ക് നൽകുന്നു. അതുകൊണ്ട് ആദ്യത്തെ അളവ് ക്വാണ്ടിറ്റീസ് 1 കിലോയോ 2 കിലോയോ എത്ര വേണമെങ്കിലും ആവാം. നമുക്ക് അത് ഓരോ വ്യക്തി സബ്ജക്റ്റീവാണ്. നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി സബ്ജക്റ്റീവാന്ന് പറഞ്ഞു. ചില വ്യക്തികൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും, ചിലർക്ക് കുറച്ച്. എന്നാലും ആദ്യത്തെ ഈ ക്വാണ്ടിറ്റീസ് കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ അളവ് വസ്തുക്കൾക്ക് കൂടുതൽ പ്രൈസ് കൊടുക്കുവാന് കൺസ്യൂമേഴ്സ് റെഡിയാകും. രണ്ടാമത്തെ, മൂന്നാമത്തെ അങ്ങനെ കൂടുതൽ അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ആ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് അഡീഷണൽ യൂണിറ്റ് സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവയ്ക്ക് മാർജിൻ യൂട്ടിലിറ്റി കുറവായതുകൊണ്ട് അവയുടെ വില കുറഞ്ഞാൽ മാത്രമേ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആൾക്കാർ മേടിക്കുള്ളൂ. ഇതാണ് മാർജിൻ യൂട്ടിലിറ്റി ഉപയോഗിച്ചിട്ട് മാർഷൽ ഈ രീതിയിലാണ് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളത് വിശദമായി സംസാരിച്ച കാര്യമാണ്. അതേസമയം ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് എന്നുള്ളത്, ഓർ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് എന്നുള്ള റീസണബിൾ അല്ലാത്ത, ലോജിക് ഇല്ലാത്ത ഒരു സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഒരു ലിമിറ്റേഷന് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നാണ് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നത്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് എന്നുള്ളത് തെറ്റാണ് എന്നുള്ള അവർ പറയുന്നത്. പകരം എന്താണ് ഹിഗ്സും അലനും പറയുന്നത്, ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറഞ്ഞ യൂട്ടിലിറ്റി നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല, ഇത്ര അളവ് അല്ലെ ഇത്ര എണ്ണം എന്നുള്ള രീതി അളക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. 2 വസ്തുക്കളിൽ നിന്ന് ലഭിച്ച ഉപഭോഗത്തിൽ നിന്ന് ലഭിച്ച സാറ്റിസ്ഫാക്ഷൻ നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴാണോ, രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴാണോ, മൂന്നാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴാണോ കൂടുതൽ സന്തോഷം കിട്ടിയത്,
ഇനി നമുക്ക് താരതമ്യം ചെയ്യാം. എങ്ങനെ? റാങ്ക് കൊടുത്തിട്ട് ഫസ്റ്റ് റാങ്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആദ്യത്തെ കഴിച്ചപ്പോഴാണ്, രണ്ടാമത്തെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ താന്ന സന്തോഷം കിട്ടി, മൂന്നാമത്തെ കഴിച്ചപ്പോൾ ചെറിയ സന്തോഷം കിട്ടിയുള്ളൂ എന്നിങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം. ഇപ്പൊ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിന്റെ മെയിൻ അസംഷൻ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റൂ എന്നുള്ള ആ ഒരു അസംഷനാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു, ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന് ലഭിക്കുന്ന കൺസംഷൻ ബണ്ടിൽസിനെ താരതമ്യം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ കയ്യിലുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് മേടിക്കാൻ പറ്റുന്ന വസ്തുക്കളുടെ ഉപഭോഗ ബണ്ടിലുകളെ തരംതിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരാളുടെ കയ്യിൽ 40 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര രൂപ ഉണ്ടെങ്കിൽ അത് വെച്ച് അയാൾക്ക് ഒന്നെങ്കിൽ ഓറഞ്ച് മേടിക്കാം അല്ലെങ്കിൽ ആപ്പിൾ മേടിക്കാം. ഒന്നെങ്കിൽ അയാൾക്ക് വരുമാനം പൂർണ്ണമായിട്ടും ചെലവഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ 2 ഓറഞ്ചും 2 ആപ്പിളും മേടിക്കായിരിക്കും. വരുമാനം അതിനേക്കാളും കുറച്ച് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഓരോ ഓറഞ്ചും 2 ആപ്പിളും 2 ഓറഞ്ചും 1 ആപ്പിളും മേടിക്കാം, അല്ലെങ്കിൽ ഓരോ ആപ്പിളും ഓരോ ഓറഞ്ചും മേടിക്കാം എന്നുള്ള അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഈ ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് കൂടുതൽ അളവ് ആപ്പിൾ ഓറഞ്ചും മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ വരുമാനം പൂർണ്ണമായിട്ടും ചെലവഴിച്ച്, ഞാൻ വരുമാനം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് വരുമാനം വന്നിട്ടില്ല, നമ്മൾ ഈ തിയറിക്കകത്ത് വരുമാനം കൊണ്ടുവന്നിട്ടില്ല, മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരുമാനം അങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് കൂടുതൽ അളവ് വസ്തുക്കൾ കഴിക്കുമ്പോഴാണ്. അപ്പൊ ഒരു പരിധി കഴിയുമ്പോൾ അത് പിന്നെ കുറഞ്ഞു പോകും, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി അയാൾക്ക് മാക്സിമൈസ് ചെയ്തേ പറ്റുള്ളൂ, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്ന പോലെ തന്നെ ഇതിനകത്തും. അപ്പൊ എന്തായാലും ആദ്യത്തെ ക്വാണ്ടിറ്റീസിനാണ് 2 ആപ്പിൾ 2 ഓറഞ്ച്, അതാണ് അയാൾ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത്, അതുകൊണ്ട് അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറഞ്ഞ രണ്ടാമത്തെ കൺസംഷൻ ബണ്ടിൽ. ലാസ്റ്റ് 2 ബണ്ടിൽസിലും ഇൻഫീരിയർ ബണ്ടിൽസ് ആണ്, കാരണം ചെറിയ സാറ്റിസ്ഫാക്ഷനെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ്, ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ റാങ്ക് ചെയ്യും അല്ലെ കമ്പയർ ചെയ്യും. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന് മേടിക്കാൻ പറ്റുന്ന വസ്തുക്കളുടെ അളവുകളെ താരതമ്യം ചെയ്യും, എന്നിട്ട് അതിന് റാങ്കിങ് കൊടുക്കും, പ്രിഫറൻസ് കൊടുക്കും, എന്നിട്ട് റാങ്ക് ചെയ്യും ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതി. മനസ്സിലാട്ടോ, മനസ്സിൽ. അപ്പൊ എന്നിട്ട് തീരുമാനിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ അളവ് കിട്ടുമ്പോഴാണ്, അത് എത്ര അളവാണ് അല്ലെ എത്ര മേടിക്കണമെന്ന് ആ വ്യക്തിയെ തീരുമാനിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 2 ആപ്പിളും 2 ഓറഞ്ചും തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ അഭിരുചികളാണ് എന്ത് വേണമെന്ന് തീരുമാനിക്കപ്പെടും. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് ഏറ്റവും കൂടുതൽ അളവാണ് അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം കിട്ടുന്നത്, അതുകൊണ്ട് അദ്ദേഹം അതിന് ഫസ്റ്റ് റാങ്കിങ് കൊടുത്തു 2 എന്നുള്ള ബണ്ടിൽസ്. അപ്പൊ അതുപോലെ നമ്മൾ പറഞ്ഞു, ഒരു ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കൺസ്യൂമേഴ്സ് മോണോട്ടോണിക് ആയിട്ടുള്ള പ്രിഫറൻസ് ആയിരിക്കും ഫോളോ ചെയ്യുക. അങ്ങനെ നിർബന്ധമില്ല, എങ്കിലും റീസണബിൾ ആയിട്ടുള്ള ലോജിക്കലി ചിന്തിക്കുന്ന കൺസ്യൂമേഴ്സ് മോർ കൺസംഷൻ ബണ്ടിൽസ് പ്രിഫർ ചെയ്യും എന്നുള്ളതാണ്. അതിനാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2 ബണ്ടിലുകളിൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമർ, ബുദ്ധിയുള്ള റീസണബിൾ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉള്ള ബണ്ടിലായിരിക്കും ഒരു യൂണിറ്റ് എങ്കിലും കുറവുള്ള ബണ്ടിലിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ പ്രിഫറൻസുകളെ താരതമ്യം ചെയ്യും, റാങ്ക് ചെയ്യും, 1. 2, എന്നിട്ട് ആ കൂടുതൽ ബണ്ടിലായിരിക്കും പ്രിഫർ ചെയ്യുക. അതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ കാര്യം. പിന്നെ നമ്മൾ കണ്ടു, ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന് ലഭിക്കുന്ന ബണ്ടിലുകളെ, ഇപ്പൊ എന്താണ്, അദ്ദേഹത്തിന് മേടിക്കാൻ പറ്റുന്ന ബണ്ടിൽസ് ഉണ്ട്, 2 ഓറഞ്ചും 2 ആപ്പിളും വേണമെങ്കിൽ മേടിക്കാം. ഇനി ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് പറഞ്ഞ പോലെ ഓരോ ആപ്പിളിന് 10 രൂപ, ഓറഞ്ചിന് 10 രൂപ, 40 രൂപയാണ് വില. വരുമാനം എന്ന് പറയുന്നത് വില 10 രൂപ, 40 രൂപ മൊത്തം വരുമാനം. അപ്പൊ ഈ കൺസ്യൂമർക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ അദ്ദേഹത്തിന് 2 ആപ്പിളും മേടിക്കാം, 2 ഓറഞ്ചും മേടിക്കാം, ഒരു പോസിബിലിറ്റി. പിന്നെ ഒരു പോസിബിലിറ്റി എന്താണ്, ഒരു ആപ്പിളും മേടിക്കാം, 3 ഓറഞ്ചും മേടിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഇതിന്റെ പോസിബിലിറ്റി എന്താണ്, ഓറഞ്ചോ ആപ്പിൾ ഏതെങ്കിലും 0 മേടിക്കാം, അടുത്തത് 4 മേടിക്കാം, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആപ്പിളിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ എണ്ണം കുറച്ചേ മതിയാവുള്ളൂ. പിടികിട്ടി കാണുന്ന വരുന്നു.
ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ആപ്പിളും ഓറഞ്ചും ഒരേപോലെ ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ അയാൾക്ക് ആപ്പിൾ ഒന്നും മേടിക്കാതിരിക്കാം, 4 ഓറഞ്ചും മേടിക്കാം. അതല്ലെങ്കിൽ 4 ആപ്പിൾ മേടിക്കാം, ഓറഞ്ച് ഒന്നും മേടിക്കാതിരിക്കും. അതല്ലെങ്കിൽ 2 എന്നുള്ള ആപ്പിൾ ഓറഞ്ചും തുല്യമായിട്ട് മേടിക്കും. അല്ലെ 1 3, 1 ആപ്പിളും 3 ഓറഞ്ചും, 3 ആപ്പിളും 1 ഓറഞ്ചും, ഇങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മേടിക്കാം. അപ്പൊ ഇങ്ങനെ വസ്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു കൺസംഷൻ ബണ്ടിലെ തന്നെ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന നിരക്കിനെയാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സാമ്പിളിനകത്തത് എത്രയാണ്? നമ്മുടെ എക്സാമ്പിളിനകത്തത് 15 12. അതിനകത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ കൺസ്യൂമർ ആദ്യത്തെ ആപ്പിളാന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ഓറഞ്ചാന്ന് പറഞ്ഞു. നമ്മുടെ ഈ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? ആപ്പിളിന്റെ എണ്ണം 15-ൽ നിന്ന് 16 ആയിട്ട് കൂട്ടുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവ് എത്രയാണ്? 5 നമ്മൾ പറഞ്ഞു. അപ്പം എത്രയാണ്? 16 7 വരുന്നു. അപ്പൊ 5 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ വ്യക്തി എന്ത് ചെയ്യുന്നത്? ഒരു ആപ്പിൾ മേടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ 16 7 എത്തുന്നു. 16 ഓറഞ്ചും 16 ആപ്പിളും 7 ഓറഞ്ചും. ആദ്യത്തെ ആപ്പിളാണല്ലോ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു ആപ്പിളൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവെന്ന് പറയുന്നത് 3 ആയിട്ട് വരുവാണ്. അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓരോ യൂണിറ്റ് ആപ്പിളുകൾ മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവ് എന്ന് പറയുന്നതാണ് എന്താണ്? റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ദ റേറ്റ് അറ്റ് വിച്ച് വൺ കൺസ്യൂമർ ഈസ് റെഡി ടു എക്സ്ചേഞ്ച് ഓർ സാക്രിഫൈസ് വൺ ഗുഡ് ഫോർ അനദർ. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത് ഡിക്ലൈനിങ് ആണ്. ഓരോ യൂണിറ്റ് ആപ്പിളും മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവ് എന്ന് പറയുന്നത് 5 3 2 1 എന്നിങ്ങനെ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം ഇതാണ്: നമ്മൾ ഈ ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്കും ഈ ആപ്പിളിന്റെ ഓറഞ്ചിന്റെയും ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആദ്യത്തെ അളവില് A B C D E എന്നുള്ള രീതികളിൽ നമുക്ക് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കൺസംഷൻ ബണ്ടിൽസാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുക, ഈ 15 12 എന്നുള്ള കോമ്പിനേഷൻ എത്തുന്നു. പഴയ എക്സാമ്പിൾ തന്നെ കേട്ടോ. അതായത് 15 ആപ്പിളുകളും 12 ഓറഞ്ചുകളുമാണ് ഒരു വ്യക്തിക്ക് കൈവശമുള്ളത് ആദ്യം. അപ്പൊ അദ്ദേഹം A എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. 15 ആപ്പിളുകളും 12 ഓറഞ്ചുകളുമാണ്. അദ്ദേഹം ഹാപ്പിയാണ്. ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതേ ഹാപ്പിനെസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് 15 ആപ്പിളും 12 ഓറഞ്ചും കിട്ടുക, അദ്ദേഹം ഹാപ്പിയാണ്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ കുറവ് വരാൻ പാടില്ല, അല്ലെങ്കിൽ സന്തോഷം കൂടാനോ കുറയാനോ പാടില്ല. സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ മാറ്റമില്ലാതെ ഈ കോമ്പിനേഷനകത്ത് എന്തൊക്കെ മാറ്റം സംഭവിക്കുകയെന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ഒരു ആപ്പിൾ കൂടെ വേണം എന്ന് പറയാണ്. എന്ന് വെച്ചാൽ 15 ആപ്പിൾ എന്നുള്ളത് 16 ആപ്പിളായിട്ട് കൂടി. അപ്പോൾ ആപ്പിളിനോട് ഭയങ്കര താല്പര്യം ഇദ്ദേഹത്തിന്. അതുകൊണ്ട് ഒരു ആപ്പിൾ അദ്ദേഹം വേണമെന്ന് പറയുകയാണ്. ആ ഒരു ആപ്പിൾ കൂടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേണ്ടെന്ന് വെക്കാവുന്ന ഓറഞ്ചുകളുടെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലെ? അതായത് 12 ഓറഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് B എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും 7 എന്നുള്ള അളവായിട്ട് കുറഞ്ഞു. അപ്പൊ ഡിഫറൻസ് എത്രയാ? ആ ഡിഫറൻസ് ഇവിടെയാ കാണിക്കുന്നത്. 12-ൽ നിന്നും 7-ലേക്കുള്ള കുറവ് 5 5. 5 ഓറഞ്ചുകൾ, ഈ ഒരു സെക്ഷൻ ഓറഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ, Y ആക്സിസ്. ഇവിടെ താഴെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ആപ്പിൾസും കാണിക്കുന്നത്. അപ്പോൾ 5 ഓറഞ്ചുകൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ആപ്പിൾ കൂടുതലും മേടിക്കുന്നത്. ആ സെക്ഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഒരു ആപ്പിളിന് വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്നത് 5 ഓറഞ്ച്. അപ്പൊ 16 7 എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു. 16 ആപ്പിളും 7 ഓറഞ്ചും. അപ്പൊ അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാ? സാറ്റിസ്ഫാക്ഷൻ സെയിമാ, മാറ്റമില്ല. 15 12-ലും 16 7-ലും സാറ്റിസ്ഫാക്ഷൻ സെയിമാ.
സന്തോഷം കൂടുകയോ കുറയോ ചെയ്തിട്ടില്ല. അതേ സന്തോഷം. കാരണം ഒരു ആപ്പിൾ കൂടുതൽ കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് ആപ്പിൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം 5 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരാപ്പിൾ മേടിക്കുന്നത്. ഇപ്പം അദ്ദേഹം ഹാപ്പിയാണ്. 5 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചെങ്കിൽ അദ്ദേഹം ഹാപ്പിയാണ്. കാരണം ഏറ്റവും ഇഷ്ടമുള്ള ആപ്പിള് ഒരെണ്ണോടെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ 15ലും 12ലും 15, 12 കോമ്പിനേഷനിലും 16, 7 എന്നുള്ള കോമ്പിനേഷനിലും ഇദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിയിലേക്ക് അദ്ദേഹം എത്തി. പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിൽ മാറ്റമില്ല. സാറ്റിസ്ഫാക്ഷനിൽ മാറ്റമില്ലാതെ ഈ ഒരു കോമ്പിനേഷനകത്ത് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ഒരു ആപ്പിൾ കൂടെ വേണം. 16ൽ നിന്നും 17 ആപ്പിളിന്റെ എണ്ണം കൂട്ടുമായിരുന്നു. ഒരു ആപ്പിൾ കൂടെ കൂടുതൽ വേണം. അതിനുവേണ്ടി പക്ഷെ അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുന്ന ഓറഞ്ചിന്റെ അളവ് എത്രയാണ്? 7ൽ നിന്ന് എത്രയായിട്ട് കുറയുന്നുണ്ട്? ഓറഞ്ച് 4 കുറയുന്നുണ്ട്. അപ്പൊ 3. ഈ ഒരു സെക്ഷൻ കാണിക്കുന്നത് 7ൽ നിന്നും 4ലേക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞ് ഇവിടെയാണ് കാണിക്കുന്നത്. അത് എത്രയാണ്? അത് 3 ആണ് അല്ലെ? അതാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യത്തെ 5 പിന്നെ 3. സി എന്നുള്ള പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എത്രയാണ് ഈ ഒരു ഡിഫറൻസ്? 3 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരാപ്പിൾ മേടിക്കുന്നത്. അതായത് 16ൽ നിന്നും 17ലേക്ക് എത്താൻ ഒരു ആപ്പിൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവ് 7ൽ നിന്ന് 4 കുറച്ചു. അതായത് 3 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഒരാപ്പിള് മേടിക്കുന്നു. ഇപ്പൊ സി എന്നുള്ള പോയിന്റിലെത്തി. സി എന്നുള്ള പോയിന്റിലും സാറ്റിസ്ഫാക്ഷൻ സെയിമാ. അതായത് എയിലും ബിയിലും സിയിലും സാറ്റിസ്ഫാക്ഷൻ സെയിമാ എന്നാ നമ്മുടെ അസംഷൻ. ഓക്കെ. പിന്നെ 18ലേക്ക് എത്തുമ്പോഴത്തേക്ക് അല്ലെ ഡിയിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ നോക്കാം, 1 യൂണിറ്റ് ആപ്പിളിനോട് വേണ്ടിയിട്ട് മോർ ആപ്പിളാണ്. 1 യൂണിറ്റ് മോർ കൺസംഷന് വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന, അടുത്ത ലെവലിൽ വേണ്ടെന്ന് വയ്ക്കുന്ന ഓറഞ്ചുകളുടെ എണ്ണം നോക്കുക. ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. എത്രയാണത്? 4ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 എന്നുള്ളത്. അത് തന്നെ ഇവിടെ കാണിക്കുന്നു. അപ്പൊ 18, 2ല് 17ൽ നിന്നും 18 ആപ്പിളുകളുടെ എണ്ണം 1 കൂടുന്നു. 4ൽ നിന്ന് 2 ഓറഞ്ചുകളുടെ എണ്ണം കുറയുക ചെയ്യുന്നു. അപ്പൊ നമ്മളറിയാം ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാട്ടോ, ഈ ഒരു സെക്ഷനാണ് ഇതിന്റെ സ്ലോപ്പ്. ഇത് ഇവിടെ 5 താഴെ 1 ആണുള്ളത്. ഇവിടെ നോക്കുക, ഈ ഒരു സെക്ഷനിൽ എത്രയാണ്? 3 അല്ലെ? അതായത് ഇവിടെയാണ് 3 വരുന്നത്, താഴെ 1 ആണുള്ളത്. അടുത്ത സെക്ഷനിലേക്ക് അത് എന്ത് വരുന്നു? 5, 3, 2. അപ്പൊ നോക്കി, ഇവിടെ ഒരു വെർട്ടിക്കൽ പോർഷൻ ഉണ്ട്. ഈ 12ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് 5 ആണ്. അടുത്ത 7ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് ഇവിടെ മെഷർ ചെയ്യുന്നു, അത് 3 ആണ്. അത് അടുത്ത് ഇവിടെ അത് ഈ 4ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് ഇവിടെയാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ 4ഉം 2ഉം തമ്മിലുള്ള ആ പോർഷൻ, ആ ഡിഫറൻസ് പക്ഷെ മെഷർ ചെയ്യുന്നത് ഈ ഓറഞ്ചിന്റെ സെക്ഷനിലാണ്, ഈ പോർഷൻ ഇവിടെയായിട്ട്. അപ്പൊ 5, 3, 2, 1 എന്നിങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഓറഞ്ചുകൾ വേണ്ടെന്ന് വെക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ സ്ലോപ്പ് കണക്കാക്കാൻ സമയത്ത് പറഞ്ഞായിരുന്നു ചേഞ്ച് അല്ലെ, MRS ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1 പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഡെൽറ്റ x2 എന്ന് പറയുന്നത് എത്രയായിരുന്നു ആദ്യം? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ആ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ x2 എന്ന് പറയുന്നത് 5, ഡെൽറ്റ x1 എന്ന് പറഞ്ഞാൽ 1 തന്നെ ആദ്യം. അപ്പോൾ 5 നമുക്ക് കിട്ടി, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത അളവില് ചേഞ്ച് ഇൻ x2 എന്നുള്ളത് ആദ്യം ഡെൽറ്റ x2 എന്ന് പറഞ്ഞ 5 കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 12ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 5 കിട്ടിയത്. 5 നമുക്ക് കിട്ടി. ചേഞ്ച് ഇൻ ആപ്പിൾ അല്ലെങ്കിൽ x2 എന്ന് പറയുന്നത് ഇവിടെയാണ്, അത് 1. അത് താഴെ നമ്മൾ 1 കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 5 കിട്ടി. നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഓറഞ്ച് കുറയുന്നതായതുകൊണ്ട് -9 കൊടുത്തിട്ടുള്ളത് ആദ്യം കേട്ടോ. അടുത്ത ലെവലിൽ എന്താണ്? ഡെൽറ്റ x2 7ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൊടുത്തു. എത്രയാണ്? 3 ഡിവൈഡ് ബൈ ഡെൽറ്റ x1 16, 7, 17 തമ്മിലുള്ള ഡിഫറൻസ് 1, 3. അങ്ങനെയാണ് നമുക്ക് ഈ അവസാനത്തെ കോളത്തിലെ 5, 3, 2, 1 എന്നിങ്ങനെയുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ കൺസംഷൻ ബണ്ടിലുകളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് A, B, C എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ IC എന്ന് പറയും, അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാനിപ്പം
അടുത്ത പോർഷൻ നമ്മൾ അതാ കാണാൻ പോകുന്നത്. ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞത്. അതന്നെ ഇവിടെ ഐ സി എന്ന് എഴുതിയിരിക്കുന്നത്, ഐ സി. ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ഉപഭോക്താവിന് മേടിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ആ ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളിലും ആ ഉപഭോക്താവിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ടേബിൾ എടുത്തിട്ട് അതിന്റെ ഡയഗ്രാം വരച്ചിരിക്കുകയാണ്, ആശയം പിടിയിട്ട് കാണുന്നതായിരുന്നു. അപ്പൊ ഇതിനെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ഇപ്പൊ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാനൊന്നും പറഞ്ഞ് ചോദിക്കൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഉപഭോക്താവ് ഒരു യൂണിറ്റ് കൺസംഷൻ, ഒരു വസ്തുവിന്റെ ഒരു യൂണിറ്റ് കൺസംഷൻ കൂടുതൽ, വസ്തുവിന്റെ ഒരു യൂണിറ്റ് കൂടുതൽ മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് ഡിമിനിഷിങ് ആയിരിക്കും എന്നുള്ളതാണ് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാര്യം, നിങ്ങൾ ആ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഒന്നുകൂടെ നോക്കിയാൽ, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ഉപഭോക്താവിന് രണ്ട് വസ്തുക്കൾ മേടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 15, 12 നിന്നും ആപ്പിളിന്റെ അളവ് 15, 16, 17, 18 എന്നിങ്ങനെ ഓരോ യൂണിറ്റ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും രണ്ടാമത്തെ വസ്തു X2 എന്ന് പറയുന്നത് വേണ്ടെന്ന് വെച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ്, ഒരു ബണ്ടിൽ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് കൂട്ടുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറയാൻ കാരണം ഞാൻ പറഞ്ഞു സൈക്കോളജി ആണെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള വസ്തുവിന്റെ അളവ് കുറഞ്ഞു പോകുന്നതനുസരിച്ച് നമുക്ക് അതിനുള്ള താല്പര്യം കൂടും. അതുകൊണ്ട് നമ്മളത് പിന്നെ വിട്ടുകൊടുക്കാൻ മടി കാണിക്കും. ആദ്യം നമ്മുടെ കയ്യിൽ ഒത്തിരി ഓറഞ്ച് ഉണ്ടായിരുന്നു, 12 ഓറഞ്ച് ഉള്ളപ്പോൾ നമ്മളത് കൂടുതൽ വിട്ടുകൊടുത്തു. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ആപ്പിൾ കൂടുതൽ ഉണ്ടെങ്കിലും ആപ്പിളിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആപ്പിളിന് വേണ്ടി 5 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചത്. പിന്നെ അടുത്ത ഒരു യൂണിറ്റ് ആപ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് 2, പിന്നെ അത് 1. അപ്പോൾ ഒരു വസ്തുവിന്റെ ഒരു കൺസംഷൻ ബണ്ടിലെ രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ അളവ് കൂട്ടുവാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് നമ്മൾ കുറച്ചേ മതിയാവുള്ളൂ. ആ കുറയ്ക്കുന്ന അളവ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണ്, അല്ലെങ്കിൽ ഡിമിനിഷിങ് ആണെന്നാണ് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നത്. അതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. ഏതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കണ്ടിട്ടുള്ളത്? അത് തന്നെയാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം, നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിമിനിഷ് ചെയ്യാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനുകളെ കൂട്ടി കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇൻഡിഫറൻസ് കർവ്. അതായത് 12, 15, 12, 16, 7, 17, 4, 18, 2 ഈ ക്വാണ്ടിറ്റീസ് ബണ്ടിൽസ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കൺസ്യൂമർ ഹാപ്പിയാണ് എന്നുള്ളതാണ് പറയുന്നത്. തുല്യ സംതൃപ്തിയാണ്. ഒരു ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ദ കൺസ്യൂമർ ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അയാളുടെ ചോദിക്കുക നമ്മൾ, ചേട്ടാ ഒരു 18 ആപ്പിളും 2 ഓറഞ്ചും തന്ന സന്തോഷമാണെന്ന് ചോദിച്ചാൽ പുള്ളി ഹാപ്പിയാ, ഓക്കെ മോനെ തന്നേക്കാൻ പറയും. ഇനി അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ചേട്ടാ ഇനിയിപ്പം ഓറഞ്ചിന്റെ അളവ് ഞങ്ങൾ 12 തരാം, 2 ഓറഞ്ച് എന്നുള്ളത് 12 ഓറഞ്ചായിട്ട് തരാം, ആപ്പിൾ പക്ഷെ 15 തരുള്ളൂ എന്ന് പറഞ്ഞാലും പുള്ളി ഹാപ്പിയാ. അതായത് 18, 2-ലും 15, 12-ലും 16, 7-ലും 17, 4-ലും പുള്ളിക്ക് ഒരേ സന്തോഷമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ അതൊരു അസംഷനാണ്. അദ്ദേഹത്തോട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ്, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്, നാരങ്ങ വെള്ളം വേണോ, ജ്യൂസ് വേണോ, കാപ്പി വേണോ, ചായ വേണോ, അത് ചൂടുവെള്ളം മതിയോ എന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ പറയാണ് ഓക്കെ, എന്ത് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഡിഫറന്റ് ആണ് എന്നർത്ഥം. ഇൻഡിഫറന്റ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാപ്പി കിട്ടിയാലും ചായ കിട്ടിയാലും നമുക്ക് ഒരേ സന്തോഷമാണ്. നമ്മൾ പറയുന്നത് ജെന്യുവൻ ആണെങ്കിൽ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു ജ്യൂസ് കിട്ടണമെന്ന്. നമ്മൾ പറയും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, ചിലപ്പോൾ പറയും കുഴപ്പമില്ല, ഒന്നും വേണ്ട, അല്ല ഇച്ചിരി വെള്ളം കിട്ടിയാൽ മതി. അങ്ങനെയുള്ള കാര്യമല്ല ഇവിടെ പറയും. ജെന്യുവൻ ആയിട്ട് നമ്മൾ പറയാണ് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല.
എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജ്യൂസ് കിട്ടിയാലോ, നാരങ്ങ വെള്ളം കിട്ടിയാലോ, സംഭാരം കിട്ടിയാലോ, ചായ കിട്ടിയാലോ, കാപ്പി കിട്ടിയാലോ നമ്മൾ ഹാപ്പി ആണെങ്കിൽ, ശരിക്കും ജെനുവിൻ ആയിട്ട് ഹാപ്പി ആണെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഈ പറയുന്ന വസ്തുക്കളെല്ലാം തമ്മിൽ ഇൻഡിഫറന്റ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഏത് വസ്തു കിട്ടിയാലും നമുക്ക് ഈക്വൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് എന്ന് പറയും. കിട്ടിയില്ലേ? ഇവിടെ എയും ബിയും സിയും തമ്മിൽ, അല്ലെങ്കിൽ എയിലും ബിയിലും സിയിലും എല്ലാം നമ്മുടെ കൺസ്യൂമർ എന്ന് പറയുന്ന വ്യക്തി ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളും കൺസ്യൂമർ ഈക്വൽ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഏത് കോമ്പിനേഷനും 12 അല്ലെ 15 12 16 7 ഏത് കോമ്പിനേഷൻ ആപ്പിളും ഓറഞ്ചും കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഹാപ്പി ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പിനേഷൻ, ഡിഫറെന്റ് കോമ്പിനേഷൻ, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഡിഫറെന്റ് കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ആ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു Δx2 ഡിവൈഡ് ബൈ Δx1 എന്ന് പറയും. അത് ഡിമിനിഷിങ് ആണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അല്ലെ തൊട്ടു മുമ്പിലത്തെ ആ സ്ലൈഡിന്റെ ആ ഒരു പേജിൽ പറഞ്ഞത്. എങ്ങനെയാ? 5 3 2 1 എന്ന് പറഞ്ഞു, അല്ലെ? അത് ഡിമിനിഷിങ് ആണെന്നാ പറയുന്നത്. അത് ഇൻക്രീസിങ് ആയിരുന്നെങ്കിലോ? അത് ഇൻക്രീസിങ് ആണെങ്കിൽ ഇതിന്റെ ഷേപ്പ് മറ്റൊന്നായിരുന്നു, ഒരു കോൺകേവ് ആയിരുന്നു. നമ്മൾ PPF പറഞ്ഞ പോലെ, അല്ലെ PPC പറഞ്ഞ പോലെ കോൺകേവ് ഷേപ്പ് ആയിരുന്നു. ഇനി ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിലോ? ഏതാണ്? ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ ആയിരുന്നു കരുതുക. എല്ലാം 5 തന്നെയായിരുന്നു കരുതിക്കോ. എല്ലാം 5 തന്നെയാണ്. നമ്മളിപ്പോ കണ്ട പോലെ 5 3 2 1 എന്നിങ്ങനെ ഡിമിനിഷിങ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഇതുപോലെ അകത്തേക്ക് ചേർന്ന് വരുന്നത്. അതല്ലാണ്ട് 5 8 9 10 എന്നിങ്ങനെ ഇത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിങ് അല്ല, പകരം ഇൻക്രീസിങ് ആയിരുന്നെങ്കിലോ PPF പോലെ ഒരു കോൺകേവ് ഷേപ്പ് വന്നേനെ ഇൻഡിഫറൻസ് കർവ്. അപ്പൊ അതുപോലെ തന്നെ ഡിമിനിഷിങ് അല്ലാതെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം 5 2 ആയിരുന്നെങ്കിലും, ഒരേപോലെ ആയിരുന്നു, കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിലും, എല്ലാം 2 തന്നെ ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയാലും. പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാൻ കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് ആണ്, കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഈ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാനൊന്നും പറഞ്ഞ് ചോദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. നമ്മൾ ഇതിന്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതുപോലെ ഇൻഡിഫറൻസ് കർവ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പറഞ്ഞ് ചോദിക്കും. അതൊക്കെ ചോദിക്കുള്ളൂ. ഒരു ഇൻഡിഫറൻസ് കർവ് എങ്ങനെ വരയ്ക്കാൻ എന്ന് പറഞ്ഞ് ഒരിക്കലും ചോദിക്കുകയില്ല. അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ഉപഭോക്താവ് വസ്തുക്കള് കമ്പയർ ചെയ്യും നമ്മൾ പറഞ്ഞു, അല്ലെ? വസ്തുക്കൾ മേടിക്കുന്നതിന് മുമ്പ് ഡിഫറെന്റ് കൺസംഷൻ ബണ്ടിൽസിനെ അദ്ദേഹം കമ്പയർ ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ അളവ് വസ്തുക്കളായിരിക്കും അദ്ദേഹം മേടിക്കുക. ഒന്ന്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയും എന്ന് നമ്മൾ പഠിച്ചു, പ്രധാനമായ കാര്യം. അപ്പൊ ഇവിടെ ഈ ABC എന്ന് പറഞ്ഞ പോയിന്റുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം ഇൻഡിഫറന്റ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് പോയിന്റ് മേടിച്ചാലും ഇദ്ദേഹം ഹാപ്പിയാണ്. ഇതിൽ ഏത് പോയിന്റിൽ വസ്തുക്കൾ മേടിച്ചാലും ഇദ്ദേഹത്തിന് ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇദ്ദേഹം ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏത് ബണ്ടിൽ വേണമെങ്കിലും മേടിക്കാം. ഒരു പ്രയോറിറ്റി ഇല്ല, ഫസ്റ്റ് റാങ്കിങ്ങോ സെക്കൻഡ് റാങ്കിങ്ങോ ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഇതെല്ലാം ഫസ്റ്റ് റാങ്കിങ് ആയിട്ട് ആയിരിക്കും തോന്നുന്നത്. കാരണം ഇൻഡിഫറന്റാ, ചായയോ കാപ്പിയോ ആണോ ഏതാണെന്നും കുഴപ്പമില്ലെന്ന് പറയുന്ന പോലെ 15 12 16 7 17 4 ഇദ്ദേഹം ഓക്കെ, ഇത്ര പിടിയിട്ടില്ല, അല്ലെ? ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ബണ്ടിലുകളെ കമ്പയർ ചെയ്യും, അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയെ മേടിക്കുള്ളൂ, അതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അതെന്താന്നാ പറഞ്ഞത്? 2 ബണ്ടിലുകൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബണ്ടിലിന്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റേ വസ്തുവിന്റെ അളവ് കുറയ്ക്കണം. എന്തിനാ? സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ അസംഷനാണ്. അദ്ദേഹത്തിന് അതായത് നമ്മുടെ ഇവിടെ 15 നിന്നും 16 ആയിട്ട് ആപ്പിളിന്റെ എണ്ണം കൂട്ടിയപ്പം അതേ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ 15 12 എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്ക്, ആപ്പിളിന്റെ എണ്ണം 15 16 ആയിട്ട് കൂട്ടി. പക്ഷെ ഓറഞ്ചിന്റെ എണ്ണം എത്രയായിട്ട് കുറച്ചു? 5 ആയിട്ട് കുറച്ചു. അപ്പൊ 5 ഓറഞ്ച് വേണ്ടെന്ന് വെച്ചാൽ ഒരു ആപ്പിൾ മേടിച്ചത്. ഇപ്പൊ 15 12 16 7 ഒരേ സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആപ്പിളിന്റെ അളവ് കൂട്ടിയപ്പോ ഓറഞ്ചിന്റെ അളവ് കുറച്ചത്.
ആ കുറച്ച റേറ്റ് എന്ന് പറയുന്നത് നോക്കുക 5, പിന്നെ അത് 3, 2 എന്നിങ്ങനെ കുറയുകയും ചെയ്യും. അത് അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് ആണ്. അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഒരു ഇൻഡിഫറൻസ് കർവിന് എല്ലാ പോയിന്റുകളിലും ഒരു ഉപഭോക്താവിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിനകത്ത് ഏത് പോയിന്റിലാണെങ്കിലും അദ്ദേഹം ഈക്വൽ ആയിട്ട് ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം പിടികിട്ടുക. അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഏത് പോയിന്റിലും ഇൻഡിഫറന്റ് ആയിരിക്കും. അതുകൊണ്ട് അതിന് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളൂ. ഇനി ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിലേക്കൊക്കെ കൂടുതൽ നമുക്ക് വരാം. അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറയാണ്, ഇവിടെ സ്ലോപ്പ് മെഷർ ചെയ്യുന്ന ഈ ഒരു സെക്ഷനാണ് ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സെക്ഷനാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിലെ ചേഞ്ച് ആണ് നോക്കുന്നത് ഡെൽറ്റ x2. അത് നമുക്ക് ഇവിടെ 5 ആണെന്ന് മനസ്സിലായി അല്ലെ. താഴത്തെ പോർഷൻ 15 നിന്ന് 16 മാറ്റം, അത് 1 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഡെൽറ്റ x2 എന്ന് പറയുന്നത് 5 നമ്മൾ ഇവിടെ എഴുതും, ഡിവൈഡ് ബൈ ഡെൽറ്റ x1 1. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് സ്ലോപ്പ് 5 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പൊ അടുത്ത ലെവലിൽ ബിയിൽ നിന്നും ഇങ്ങോട്ടുള്ള പോർഷൻ നോക്കും, ഇവിടെ എത്ര മാറ്റം നോക്കും, അത് നമുക്ക് 3 കിട്ടുന്നത്. 3 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 3 തന്നെ. അപ്പൊ സ്ലോപ്പ് മെഷർ ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഈ ഒരു പോർഷനാണ്. ഇവിടെയാണ് അതിന്റെ സ്ലോപ്പ് മെഷർ ചെയ്യുന്നത്. ആ സ്ലോപ്പ് കുറഞ്ഞു കുറഞ്ഞു വരിക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഇവിടുത്തെ ചെരിവല്ല ഇങ്ങോട്ട് വരും തോറും ചെരിവ് കുറഞ്ഞു കുറഞ്ഞു വരിക. ഇവിടെ ഭയങ്കര സ്റ്റീപ്പ് അല്ലെ, ഇവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ട് ചെരിവുണ്ട്, പിന്നെ അങ്ങ് ചെരിവ് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. അത് 5, 3, 2, 1 എന്നിങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് ആണ് അല്ലെ, കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാമല്ലോ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് അതേ ഡയഗ്രം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ വിശദീകരിച്ച് അതേ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ദ കൺസ്യൂമർ ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സാങ്കല്പിക ലൈനാണ് ഇൻഡിഫറൻസ് കർവ് കേട്ടോ. നമുക്കിത് ലോകത്ത് ഒരിടത്തും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ ഇൻഡിഫറൻസ് കർവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇയാളുടെ ചോദിച്ചാൽ മനസ്സിലാവും. ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, അപ്പൊ ഓരോ വ്യക്തിക്ക് ഓരോ ഇൻഡിഫറൻസ് കർവുകളായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരാൾ ചോദിക്കണം. എങ്ങനെയാ നമ്മൾ പറഞ്ഞ കാപ്പിയാണോ ചായയാണോ വേണ്ടേ എന്ന് പറഞ്ഞ പോലെ ചോദിക്കുമ്പോൾ ഒരാൾ പറയും ഈ കാപ്പിയും ചായ ഒരേപോലെ ഏത് കിട്ടിയാലും സെയിം ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് 2 കാപ്പിയും 1 ചായയും തന്നാലോ, അല്ലെങ്കിൽ 1 കാപ്പിയും 2 ചായയും തന്നാലോ, ഇനി 2 കാപ്പിയും ചായ തരാണ്ടിരുന്നാലോ? അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? അത് വേറെ കാര്യം, അതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻ ആട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. പക്ഷെ ഓരോ വ്യക്തിക്ക് അന്നേരം ലഭിക്കുന്ന ഇൻഡിഫറൻസ് കർവ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇൻഡിഫറൻസ് കർവുകൾ ഓരോ വ്യക്തി ഓരോ രീതികളിലായിരിക്കും എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് തുല്യ സംതൃപ്തി നൽകുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എഴുതിയിട്ടുള്ളത്, all the points such as A, B, and C and D lying on an indifference curve provides the consumer with the same level of satisfaction. അതായത് എയിലും ബിയിലും സിയിലും ഡിയിലും ഇയിലും എല്ലായിടത്തും ഒരു ഉപഭോക്താവിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ കെട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വക്രത്തെയാണ് നിസ്സംഗത വക്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മലയാളമാണ് നിസ്സംഗത എന്ന് പറയുന്നത്. നിസ്സംഗത വക്രം, നിസ്സംഗരായിരിക്കുക. ഇൻഡിഫറൻസിന്റെ മലയാളമാണ്, അല്ലെങ്കിൽ ഇൻഡിഫറന്റ് എന്നുള്ളതിന്റെ മലയാളം കേട്ടോ. അപ്പൊ ഇതിന് നിസ്സംഗത വക്രം എന്നാണ് ടെക്സ്റ്റുകളിൽ മലയാളത്തിൽ പറയുന്ന പേര്. അപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലെ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു ഉപഭോക്താവിന് ഇതിനകത്ത് ഏത് കിട്ടിയാലും ഹാപ്പിയാ. ഇതിന്റെ ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ള നമുക്ക് റാങ്ക് ചെയ്യുന്ന പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതെല്ലാം ഒരേപോലെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരേ റാങ്കിങ്, ഫസ്റ്റ് റാങ്കിങ് തന്നെയായിരിക്കും വരിക. കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇവിടെ വരുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഏത് വേണമെങ്കിലും അദ്ദേഹത്തിന് പ്രിഫർ ചെയ്യാം. പ്രയോറിറ്റി എല്ലാത്തിനും ഒരേ പ്രയോറിറ്റി. അപ്പൊ ഇനി ഷേപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ പറയുകയാണ്. ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും എന്നുള്ള. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അത് ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടുണ്ട്, അതിങ്ങനെ താഴേക്ക് ചെരിഞ്ഞാണ് വരുന്നത്. അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാൻ കാരണം എന്താണ്? അതിന്റെ ഇവിടെ x2 എന്നുള്ളത് ആദ്യമേ 5 ആയിരുന്നു, നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ.
ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ അതിന്റെ ചേഞ്ച് ആദ്യം നമ്മൾ കണ്ട 5 ആയിരുന്നു അല്ലെ. അതായത് 12ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടത് ഞാൻ പറയുന്നുള്ളൂ ഡെൽറ്റ x2. ഇത് ഡെൽറ്റ x2 ആ. ഏതാ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ x2 ആ. ചേഞ്ച് ഇൻ x2 എന്നുള്ള അർത്ഥമാക്കുന്നത്. അതായത് x2 ഉണ്ടാകുന്ന മാറ്റം 12ൽ നിന്ന് 7ലേക്കുള്ള x2 മാറ്റം എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. 5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x1 ഡെൽറ്റ x1 ചേഞ്ച് ഇൻ x1 എന്ന് അർത്ഥമാക്കുന്നത്. അത് 1 ആ. 15ൽ നിന്ന് 16 ആയിട്ട് ആപ്പിളിന്റെ എണ്ണം കൂട്ടുകയായിരുന്നു 1. അപ്പൊ 5 ഡിവൈഡ് ബൈ 1 ഈസ് ഇക്വൽ ടു 5. ഇവിടെ 5 നമ്മൾ കിട്ടും. അപ്പൊ നമ്മൾ ബിയിലേക്ക് വരും. എ എന്നുള്ള പോയിന്റിൽ നിന്നും ബി എന്നുള്ള പോയിന്റിലേക്ക് വരും. ഇനി അവിടുന്ന് അടുത്ത പോർഷൻ ഇവിടെ വരും. അപ്പൊ ഇവിടുത്തെ x2 എന്ന് പറയുന്നത് 7ൽ നിന്ന് 4ലേക്ക് വരും. ഈ ഒരു സെക്ഷൻ എത്രയാ 3 നമുക്ക് കിട്ടുന്നത്. ഡെൽറ്റ x2 എന്ന് പറഞ്ഞാൽ അവിടെ 3. അപ്പൊ താഴത്തെ സെക്ഷനിലോ 16ൽ നിന്നും 17ലേക്കുള്ള മാറ്റം 1. ഡെൽറ്റ x2 എന്ന് പറഞ്ഞാൽ 3, ഡെൽറ്റ x1 എന്നുള്ളത് 1 ഈസ് ഈക്വൽ ടു 3. അടുത്ത 3 വരും. അപ്പൊ അങ്ങനെ വന്ന് 5, 3, 2, 1 എന്നിങ്ങനെയാണ് നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് വരും. മനസ്സിലായില്ലേ? അത് കുറഞ്ഞു വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഈ ഡയഗ്രത്തില് ഇവിടെ വരച്ചിട്ടുള്ള ഡയഗ്രം ഉണ്ട്, അല്ലെങ്കിൽ മുൻപത്തെ ഡയഗ്രം തന്നെ ഇതും. അവിടെ ഈ ഓരോ സെക്ഷനിലെയും ചേഞ്ചസ് ഉണ്ട്. ഇത് കണ്ടോ, ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1, 5 ഡിവൈഡ് ബൈ 1, 5 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 5. ഇത് അബ്സല്യൂട്ട് വാല്യൂ കേട്ടോ, നമ്മൾ നെഗറ്റീവ് സൈൻ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളൂ. ഡെൽറ്റ അടുത്തത് ബി, അന്നേരം നമ്മൾ ബിയിലേക്ക് എത്തും. ഇനി എയിലെ അതേ യൂട്ടിലിറ്റി തന്നെയാണ് ബിയിലും കിട്ടുന്നത്. ഇനി നമ്മൾ ചോദിക്കുവാണ് ഇതേ യൂട്ടിലിറ്റി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെന്ന് ചോദിക്കും. അപ്പൊ ഒരു ആപ്പിളിനോട് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവിനകത്ത് വ്യത്യാസം വരും. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നോക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള അളവ് വ്യത്യാസം കേട്ടോ, അതവിടെ നിൽക്കണം. അളവുകൾ വ്യത്യാസം, ബനാനസും മാംഗോസും അത് വേറെ, അത് കുഴപ്പമില്ല. അപ്പൊ അടുത്ത കേസിൽ എന്താണ്, അടുത്ത സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 3, പിന്നെ 2, പിന്നെ 1. അപ്പൊ ഇങ്ങനെ 5, 3, 2, 1. അപ്പൊ എല്ലാ കേസിലും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ല കേട്ടോ, ഒരേ അളവല്ല. 5, 3, 2, 1 തന്നെയല്ല എല്ലായിടത്തും. ചിലയിടത്ത് 5, 3 ആണെങ്കിൽ ചിലയിടത്ത് 10, 8, 2 എന്നുള്ള രീതിയിലായിരിക്കും. എന്തായാലും അത് ഡിക്ലൈനിങ് ആണ്. അത് ഡിക്ലൈനിങ് ആയതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നത്. കിട്ടി കാണല്ലോ അല്ലെ. അവസാന സ്ലോപ്പ് കുറഞ്ഞു ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ 0 ആകും. ഉയരില്ല, മുകളിലേക്ക് അത്രയ്ക്ക് അങ്ങ് ഉയരില്ല, അത് പിന്നെ പറയാം. അപ്പൊ ഇതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എന്ന് പറയാൻ താഴേക്ക് ചരിഞ്ഞു വരും. 1. 2, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ 0 ഉള്ള പോർഷനാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് ഇത് കോൺവെക്സ് ആകൃതിയിലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതാ 0യിലേക്ക് കോൺവെക്സ് ആകൃതിയിലാണ് ഇൻഡിഫറൻസ് കർവുകൾ ഇരിക്കുക. അതിനെയാണ് നമ്മൾ കോൺവെക്സ് ടു ഒറിജിൻ അല്ല കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറയുന്നത്. 1 ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. 2 ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആവാൻ കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ ഏതാ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓറഞ്ച് വേണ്ടെന്ന് വെക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് കോൺവെക്സ് ടു ഒറിജിൻ വരുന്നത്. ഏതാ ഇൻഡിഫറൻസ് കർവ്. ഇനി ഇത് കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിലോ, ഓറഞ്ച് ആപ്പിളും ഓറഞ്ചും നമുക്ക് ഒരേപോലെയാണെന്ന് കരുതിക്കോ. അങ്ങനെയാണ് നമ്മൾ ഒരു ആപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ച് ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ എല്ലാ അളവുകളിലും അതങ്ങനെ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ അളവുകളിലും ഡെൽറ്റ x2 എന്ന് പറയുന്നത് ഡെൽറ്റ x1 എന്ന് പറയുന്നതും ഒരേ അളവ് തന്നെയായിരിക്കും. ചിലപ്പോൾ 2 ആയിരിക്കാം. അങ്ങനെയാണ് എല്ലാ കേസുകളിലും അത് 2 തന്നെയായിരിക്കും. ചിലപ്പോൾ 1 ആയിരിക്കും. ഇപ്പൊ എല്ലാ ലെവലുകളിലും അത് 1 തന്നെയായിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെ അങ്ങനെയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലേപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നു. അതായത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ കേസുകളിൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് അത് കൂടുതൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കാത്ത കേട്ടോ, ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഒരേ 2 വസ്തുക്കളും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചായയും കാപ്പി പോലും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഒന്നിനു പകരം പൂർണ്ണമായിട്ട് അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളുടെ കേസിലാണെങ്കിൽ 2 വസ്തുക്കൾ ഉപയോഗിച്ചാലും നമുക്കൊരു വ്യത്യാസം ഇല്ലെങ്കിൽ അങ്ങനത്തെ വസ്തുക്കളാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വസ്തുക്കളാണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയുന്നത്. ലോകത്ത് അങ്ങനെ വസ്തുക്കൾ വളരെ അപൂർവമാണ്, ഡിമിനിഷിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ.
അതുപോലെ തന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഒരു കോൺകേവ് ടു ദ ഒറിജിൻ ആയേനെ എപ്പോഴാ PPC പോലെ. എങ്ങനെ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റിന് പകരം റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസിംഗ് ആയിരുന്നെങ്കിൽ 5, 6, 8, 10 എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്ര മനസ്സിലാക്കി. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. അതിന് കാരണം ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അതിന്റെ മലയാളം ഇവിടെ എഴുതിയിട്ടുണ്ട്. നിസ്സംഗതാവക്രത്തിന്റെ ആകൃതി സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് കുറയുന്നതിനാൽ നിസ്സംഗത വക്രത്തിന് ഉത്ഭവ സ്ഥാനത്തോട് പുറംവളവ് ആകൃതിയായിരിക്കും ഉണ്ടാവുക. മൂലബിന്ദുവിൽ നിന്ന് നോക്കുമ്പോൾ പുറം ഒറിജിനടുത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന ആകൃതിയായിരിക്കും നിസ്സംഗത വക്രത്തിന് ഉണ്ടാവുക. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ഒറിജിൻ ആയിരിക്കും. അതുപോലെ താഴേക്ക് ചെരിഞ്ഞിരിഞ്ഞു വരും എന്നുള്ളതാണ് പ്രത്യേകത. അതിന് കാരണം ഒരു വസ്തു ആപ്പിൾ എന്ന് പറയുന്നത് കൂടുതൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ അളവും കുറഞ്ഞു വരും, 5, 3, 2 എന്നിങ്ങനെ. അതുകൊണ്ടാണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നത് കൊണ്ടാണ്, ഡിമിനിഷിംഗ് ആയതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആവാൻ കാരണം, അല്ലെങ്കിൽ അകത്തേക്ക് ചെരിഞ്ഞിരിക്കാൻ കാരണം. അപ്പൊ അതുപോലെ ഇൻഡിഫറൻസ് മാപ്പാണ് നമുക്ക് അടുത്തായിട്ട് കാണാനുള്ളത്. ഒരു ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു ഒരു കൂട്ടമാണ്. ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഒരു ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് എന്താ പറയുന്നത്? ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിന് ലഭിക്കുന്ന കൺസംഷൻ ബണ്ടിലുകളെ താരതമ്യം ചെയ്യും, അതിനെ റാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ള കൺസംഷൻ ബണ്ടിൽ അദ്ദേഹം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മോണോട്ടോണിക് പ്രിഫറൻസ് ആയിരിക്കും ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു. ഒന്ന്, അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഉപഭോക്താവ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ബണ്ടിലായിരിക്കും പ്രിഫർ ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, അല്ലെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ. കാരണം എങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇത്ര പിടി കിട്ടില്ല അല്ലെ? അപ്പം ഇതിനെ കമ്പയർ ചെയ്യും, യൂട്ടിലിറ്റികളെ കമ്പയർ ചെയ്യും. ഇപ്പൊ ഇൻഡിഫറൻസ് കർവിനകത്ത് പറഞ്ഞ എന്താണ്? ഒരു ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളിലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക എന്നാ പറഞ്ഞത് അല്ലെ? ഒരേ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഏത് പോയിന്റും അദ്ദേഹത്തിന് പ്രിഫർ ചെയ്യാം, ഈക്വൽ സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ അങ്ങനെ ധാരാളം ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവുകളുടെ കൂട്ടത്തെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വിശദമാക്കാം. നമ്മുടെ ഡയഗ്രത്തിൽ നോക്കുക, 1, 2, 3 ഇൻഡിഫറൻസ് കർവുകൾ കാണാം. താഴത്തെ ഇൻഡിഫറൻസ് കർവ് 1 എന്നും, രണ്ടാമത്തെ IC 2 എന്നും, മൂന്നാമത്തെ IC 3 എന്നും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ IC 1-നകത്ത് നോക്കുക, IC 1 എന്നുള്ള ഇൻഡിഫറൻസ് കർവിനകത്ത് ആപ്പിളും ഓറഞ്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അളവ് വിട്ടേക്കുക നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറയുന്ന കേട്ടോ. അപ്പൊ ഉപഭോക്താവ് 2, 2 എന്നുള്ളൊരു കോമ്പിനേഷൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് 1, ഏറ്റവും താഴെയുള്ള ഇൻഡിഫറൻസ് കർവിൽ അദ്ദേഹത്തിന് 2 ആപ്പിൾ 2 ഓറഞ്ചുകൾ മേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹാപ്പിയാണ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്പിളും 3 ഓറഞ്ചും മേടിച്ചാലും അദ്ദേഹം ഹാപ്പിയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും 2 ആപ്പിളും 2 ഓറഞ്ചും ആയിരിക്കും കൂടുതൽ ഒരു പക്ഷേ പ്രിഫർ ചെയ്യുക. ഒരു പക്ഷേ അതിലേക്ക് പിന്നെ വരാം. എന്തായാലും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള അദ്ദേഹം റാങ്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റാങ്കിങ് പ്രകാരം 2-2 അദ്ദേഹത്തിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകും. അദ്ദേഹത്തിന്റെ ഇത് കണക്ക് പ്രകാരം 2-2 ആണ് ഫസ്റ്റ് പ്രിഫറൻസ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് നോക്കുക. അദ്ദേഹം 3-3, അവിടെ 3-3 എന്നുള്ള കോമ്പിനേഷൻ മേടിക്കും. മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് 4-4 എന്നുള്ള കോമ്പിനേഷൻ. അപ്പൊ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് മേടിക്കാൻ പറ്റുന്ന വസ്തുക്കളെ റാങ്ക് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യത്തെ റാങ്കിങ് ഓഫ് ദ പ്രിഫറൻസിനകത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം 2-2 എന്നുള്ള 2 ആപ്പിളും 2 ഓറഞ്ചും അതിന് ഫസ്റ്റ് റാങ്കിങ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ അതുപോലെ 1 ആപ്പിളും 3 ഓറഞ്ചും 3 ആപ്പിളും 1 ഓറഞ്ചും ഉണ്ട്, സെക്കൻഡ് റാങ്കിങ് ആണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുപോലെ ഓരോ ആപ്പിളും ഓറഞ്ചുകളും ഉണ്ട്, അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് റാങ്കിങ് അദ്ദേഹം കൊടുത്തത് 2 ആപ്പിളും 2 ഓറഞ്ചും, ഫസ്റ്റ് പ്രിഫറൻസ് അതായിരിക്കും അദ്ദേഹം മേടിക്കുക എന്നുള്ള പറഞ്ഞു. ഇനി അതിനേക്കാളും കൂടുതൽ അളവ് കിട്ടിക്കഴിഞ്ഞാലോ, അതായത് 3 ആപ്പിളും 3 ഓറഞ്ചും കിട്ടുകയാണെങ്കിലോ, മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്ന ഒരു കൺസ്യൂമർ മോർ ക്വാണ്ടിറ്റി ഉള്ള ബണ്ടിലായിരിക്കും പ്രിഫർ ചെയ്യുക അല്ലെ? അതാണ് പറയുന്നത്. അപ്പോൾ കൺസംഷൻ ബണ്ടിലുകളെ അദ്ദേഹം അല്ലെ വ്യക്തികൾ മനസ്സിൽ കമ്പയർ ചെയ്യും, അതിന് റാങ്ക് ചെയ്യും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. 2-2 ഇപ്പോഴും ആവണമെന്നില്ല.
രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷൻ മനസ്സിൽ റാങ്ക് ചെയ്യും ഈ പ്രിഫറൻസ് അനുസരിച്ച്. എപ്പോഴും ഈക്വൽ ആണോ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ സെലക്ട് ചെയ്യും. ഒന്ന്. ഇനി ബുദ്ധിയുള്ള ഒരാളാണെങ്കിലോ കൂടുതൽ ബണ്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിലോ മോർ ഈസ് പ്രിഫേർഡ് ടു ലെസ്, അല്ലെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസ് വെച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും പ്രിഫർ ചെയ്യുക അല്ലെ. അപ്പൊ ഈ രണ്ട് ഒരു കൺസ്യൂമർ പ്രിഫർ ചെയ്യും. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ. ഇനി അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്ന കൺസ്യൂമർ ആണെങ്കിൽ, ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ആണെങ്കിൽ 3 എന്നുള്ള 3 ആപ്പിൾ 3 ഓറഞ്ച് പ്രിഫർ ചെയ്യുള്ളൂ. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് പറയുന്ന പ്രകാരം 3 ആപ്പിളും 3 ഓറഞ്ചും ഇതിനകത്ത് മേടിക്കാൻ പറ്റില്ലായിരുന്നു, വരുമാനം കൂട്ടണമായിരുന്നു അല്ലെ. വരുമാനം കൂടി 3 കൂടുതൽ വസ്തുക്കൾ മേടിക്കാം, ഓറഞ്ചും ആപ്പിളും മേടിക്കാം എന്നുണ്ടെങ്കിൽ രണ്ടിനേക്കാളും എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എന്തായിരിക്കും? 3 എന്തുകൊണ്ടാ? കൂടുതൽ ആപ്പിൾ കിട്ടി, കൂടുതൽ ഓറഞ്ചും കിട്ടി. അപ്പൊ 2 എന്നുള്ള പോയിന്റിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക 3 എന്നുള്ള പോയിന്റിലായിരിക്കും. അപ്പൊ മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്ന കൺസ്യൂമർ മോർ ഈസ് പ്രിഫേർഡ് ടു ലെസ് എന്നുള്ള തിയറി വെച്ചിട്ട് 3 എന്നുള്ള ബണ്ടിലായിരിക്കും വാങ്ങുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ 2 എന്നുള്ള ഇൻഡിഫറൻസ് കർവിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എവിടെ കിട്ടും? 3 എന്നുള്ള ഇൻഡിഫറൻസ് കർവിലെ ബണ്ടിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇനി 4 മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലോ, വരുമാനം കൂടുതൽ ഉണ്ടെങ്കിൽ അദ്ദേഹം 3 കൂടുതൽ 4 ആയിരിക്കും പ്രിഫർ ചെയ്യുക. മനസ്സിലായില്ലേ? മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്ന കൺസ്യൂമർ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും രണ്ട് ബണ്ടിലുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കൂടുതലുള്ള ബണ്ടിലുകളായിരിക്കും പ്രിഫർ ചെയ്യുക. 2 കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, ഞാൻ വീണ്ടും പറയുന്നു. അത് വെച്ചിട്ട് 2 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പറയുന്നു 2 ആപ്പിളും 2 ഓറഞ്ചും, 1 ആപ്പിളും 3 ഓറഞ്ചും, 3 ഓറഞ്ചും 1 ആപ്പിളും, അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട്. അതിൽ അദ്ദേഹം പ്രിഫർ ചെയ്യുന്ന 2 ആപ്പിളും 2 ഓറഞ്ചും മേടിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അദ്ദേഹം സെലക്ട് ചെയ്തു. ഇനി അദ്ദേഹത്തിന് വേറെ കോമ്പിനേഷൻ കൊടുക്കാം, 3 ആപ്പിളും 3 ഓറഞ്ചും, അല്ലെങ്കിൽ എന്താണ് 6 ആപ്പിളും 0 ഓറഞ്ചും, 6 ഓറഞ്ചും 0 ആപ്പിളും എന്തെങ്കിലും കോമ്പിനേഷൻ കൊടുക്കുക. അതിൽ അദ്ദേഹം 3 ആപ്പിളും 3 ഓറഞ്ചാ പ്രിഫർ ചെയ്യുന്നു എന്ന് കരുതി. അപ്പൊ കൂടുതൽ വരുമാനം വേണം, നേരത്തെ പറഞ്ഞാൽ 40 രൂപ പോരാ. അപ്പൊ അങ്ങനെ 2 3 3 4 എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ 2 അദ്ദേഹം പ്രിഫർ ചെയ്യും. ഏതാ? 2 1 3 1 2 2 1 എന്നിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? 2 ആയിരിക്കും അദ്ദേഹം പ്രിഫർ ചെയ്യുക. പിന്നെയോ 2 2 3 3 വരുമ്പോഴത്തേക്കും 3 പ്രിഫർ ചെയ്യും. 3 4 4 വരുമ്പോഴത്തേക്കോ 4 പ്രിഫർ ചെയ്യും. മോണോട്ടോണിക് പ്രിഫറൻസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട്. പിടികിട്ടിയില്ലേ? ഇവിടെ ഏറ്റവും താഴത്തെ 2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, അതിനകത്ത് എല്ലാ പോയിന്റും ഒരേ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. പക്ഷെ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൺസ്യൂമർക്ക് ഇഷ്ടമുള്ള പോയിന്റ് 2 അതുകൊണ്ട് അദ്ദേഹം അത് പ്രിഫർ ചെയ്യുന്നത്. ഇനി 3 കിട്ടിക്കഴിഞ്ഞാലോ അതിലേക്ക് പോകും അല്ലെ. ഓക്കെ, ഏറ്റവും ഉയർന്ന ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന കൺസ്യൂമർ ബണ്ടിലിൽ അല്ലെ ഇൻഡിഫറൻസ് കർവിൽ എത്തിപ്പെടാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് എങ്ങനെയാന്നുള്ളത് ഇതിന്റെ ബാക്കിയായി നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഇതിന്റെ ബാക്കിയായിട്ട് പറയുമ്പോൾ പിടികിട്ടിക്കോളൂ. ഏകദേശം മനസ്സിലായല്ലോ? ഒരു ഇൻഡിഫറൻസ് ഒരു കൺസ്യൂമർ ഉടൻ യൂട്ടിലിറ്റി അനാലിസിസ് വെച്ചിട്ട് അവർക്ക് മേടിക്കാൻ പറ്റുന്ന വസ്തുക്കളെ കൺസംഷൻ ബണ്ടിലുകളെ കമ്പയർ ചെയ്യും, എന്നിട്ട് റാങ്ക് ചെയ്യുന്നു നമ്മൾ പറയും അല്ലെ. അത് അവരുടെ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ റാങ്ക് ചെയ്യും. ഇത് എനിക്ക് 2 ആപ്പിൾ 2 ഓറഞ്ചും എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന എന്നുള്ള രീതിയിൽ പ്രിഫർ ചെയ്യും. അത് അവർക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ 1 ആപ്പിൾ 1 2 2 1 0 1 ഒക്കെ മേടിക്കാം. പക്ഷെ 2 അയാൾ മേടിക്കുന്നു അല്ലെ, ഇദ്ദേഹം മേടിക്കും. ഇനി അദ്ദേഹത്തോട് ചോദിക്കും ഇതിനേക്കാളും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഏതാണെന്ന് ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം പറയും എനിക്ക് 3 ആപ്പിൾ 3 ഓറഞ്ച് കിട്ടുക ഹാപ്പിയാന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും, രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ്. ഇനി അദ്ദേഹത്തോട് ചോദിക്കുക ഇനി കൂടുതൽ സന്തോഷം കിട്ടുന്ന, ഇതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്ന എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറയും എനിക്ക് 4 ആപ്പിൾ 4 ഓറഞ്ച് കിട്ടിയ ഹാപ്പിയാണ്. ഇതൊക്കെ മേടിക്കാൻ പറ്റുന്ന വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം കേട്ടോ. ഇവിടെ വരുമാനം നമ്മൾ പറയുന്നില്ല. വരുമാനം കൂടുതൽ വേണം, ശരിക്കും മേടിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബൈക്കാണ് ഇഷ്ടം കാറാണ് ഇഷ്ടം? നമ്മൾ പറയും എനിക്ക് ബൈക്കിനേക്കാളും ഇഷ്ടം കാറാണ്. ഇനി കാറിനകത്ത് ഏത് കാറാണ് ഇഷ്ടം? ജാഗ്വാർ ആണോ ലാൻഡ് റോവർ ആണോ ചോദിക്കുന്നത്? അതെനിക്ക് ലാൻഡ് റോവറിനേക്കാളും ജാഗ്വാർ ആണ് ഇഷ്ടം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ മേടിക്കാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടം പറയുന്നേ ഉള്ളൂ. കിട്ടിയില്ലേ? അപ്പോ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് എക്സാമ്പിൾ വെച്ചിട്ട്. ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവിനകത്ത്
IC1 2 നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 2 എന്നുള്ള കോമ്പിനേഷൻ ഉണ്ട്. 2 ആപ്പിളും 2 ഓറഞ്ചും, 1 ആപ്പിളും 2 ഓറഞ്ചും, 2 ആപ്പിളും 1 ഓറഞ്ചും, 1 2 2 1 0 1 എന്നിങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിനാ 2 കൺസ്യൂമർ കിട്ടിയില്ലേ. അപ്പൊ അതിനകത്ത് 2 അദ്ദേഹം പ്രിഫറൻസ് കൊടുക്കുന്നത്. പക്ഷെ 1 2 2 1 ഒക്കെ മേടിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളിലും ഈക്വൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ബൈക്കല്ലേ ഇഷ്ടം? ബൈക്ക് ഇഷ്ടമാണോ? ബൈക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് ബൈക്കാണ് ഇഷ്ടം? ഹീറോ ഹോണ്ടയാണോ, യൂണിക്കോൺ ആണോ, അല്ലെങ്കിൽ ഡ്യൂക്ക് ആണോ? അങ്ങനെ ഓരോ ബൈക്ക് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ പറയാം നമുക്ക് ഇതെല്ലാം ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം ഡ്യൂക്ക് എന്ന് പറഞ്ഞ ബൈക്കാണ്, ഭയങ്കര ഫാസ്റ്റ് ആണ് എന്ന് നമ്മൾ പറയാൻ കഴിയും. അപ്പൊ നമുക്ക് ഡ്യൂക്ക് അല്ലെങ്കിൽ യൂണിക്കോൺ അല്ലെങ്കിൽ ഹീറോ ഹോണ്ട, സ്പ്ലെൻഡർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതെല്ലാം നമുക്ക് ഒരേ രീതി ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത്, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. ഇതെല്ലാം ഈക്വൽ ആയിട്ട് ഇഷ്ടം നമുക്ക്, നമ്മൾ ഇൻഡിഫറൻറ്റ് ഇതെല്ലാം തമ്മിൽ എന്ന് കരുതുക. എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. ഇപ്പൊ ഡ്യൂക്കിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക എന്ന് കരുതുക. അതാ 2 എന്ന് പറഞ്ഞതെന്ന് കരുതിക്കും. ഇനി നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡ്യൂക്ക് എന്നുള്ള ബൈക്കാണോ ഇഷ്ടം, അതോ അതിനേക്കാളും ഇഷ്ടം കാറുകളാണെന്ന് പറയും. അന്നേരം നമ്മൾ അയ്യോ നമുക്ക് ബൈക്കിനേക്കാളും ഇഷ്ടം കാറുകളാണെന്ന് പറയും. അപ്പൊ ഏതൊക്കെ കാറുകളാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, മാരുതിയുടെ കാറുകൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ബെൻസിന്റെ കാറുകൾ ഇഷ്ടമാണ്, ജാഗ്വർ, ലാൻഡ് റോവർ ഇഷ്ടമാണെന്ന് പറയും. അതാണ് രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇതൊക്കെ മേടിക്കാൻ പറ്റുമോ എന്നുള്ള പിന്നത്തെ കാര്യമാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതെനിക്ക് ജാഗ്വർ ഇഷ്ടം എന്ന് പറയും. അപ്പൊ ബൈക്കാണോ ഇഷ്ടം, കാറാണോ ഇഷ്ടം? ബൈക്ക് ഇഷ്ടമാണ്. ബൈക്കിനകത്ത് ഏറ്റവും ഇഷ്ടം ഇന്ന ബൈക്കാണ്. അപ്പൊ ആ ബൈക്കിനേക്കാളും അല്ലെ ബൈക്കുകളെക്കാളും ഇഷ്ടം ഏതാ? കാറുകളാണ്. അതിലേത് കാറാണ് ഇഷ്ടം? അതിനകത്ത് ജാഗ്വർ ഇഷ്ടം എന്നുള്ള. അപ്പൊ 2 എന്ന് പറഞ്ഞ ഡ്യൂക്ക് ബൈക്കാണ്, 3 എന്നുള്ളത് ജാഗ്വർ കാറാന്ന് കരുതി. അപ്പൊ ഈ ജാഗ്വറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല കമ്പയർ ചെയ്ത് നമ്മുടെ മനസ്സിൽ. ഇനി അതിനേക്കാളും ഇഷ്ടം നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിപ്പോ നമ്മൾ ചിലപ്പോൾ വേറെ വല്ലതും ആയിരിക്കും പറയുക, ഫ്ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അതാ 4 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ ബുദ്ധിയുള്ള ആളായതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടുതൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് 4 എന്നുള്ള കോമ്പിനേഷൻ ആണ് ഏറ്റവും ഉയർന്ന കോമ്പിനേഷൻ, അല്ലെ കൂടുതൽ അളവായിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. ആശയം കിട്ടിയില്ലേ? അപ്പൊ 4 എന്നുള്ള കോമ്പിനേഷൻ ആണ് മോർ ആയിരിക്കും. നമ്മൾ മോർ ഈസ് പ്രിഫേർഡ് ടു ലെസ് എന്നുള്ള തിയറി വെച്ച്, മോണോട്ടോണിക് തിയറി വെച്ചിട്ട് 2 3 4 എന്നുള്ള കോമ്പിനേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുക. അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള മറ്റൊരു കാര്യം, അതാ നമ്മൾ പിന്നെയും കാണുള്ളൂ. അപ്പൊ നമ്മള് ഈ താഴത്തെ ബണ്ടിൽ IC1 നമ്മൾ ഇൻഫീരിയർ ബണ്ടിൽ എന്നാ പറയുക. എന്താണ് ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, താന്ന അളവ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഉയർന്ന ബണ്ടിലുകളെ പ്രിഫേർഡ് ബണ്ടിൽ എന്ന് പറയും. പ്രിഫേർഡ് ബണ്ടിൽസ് എന്നുള്ളതാണ് പറയുക. അപ്പൊ ഇത്രമാത്രം മനസ്സിലായി. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഈസ് എ കർവ് ദാറ്റ് ഷോസ് ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെന്റ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റീസ് ദാറ്റ് ഗീവ് ദ കൺസ്യൂമർ ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളിലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടായത്. ഇനി ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇൻഡിഫറൻസ് കർവ് വരും അതിന്റെ മുകളിൽ. അപ്പൊ ഒരു ഉപഭോക്താവ് എപ്പോഴും ഉയർന്ന കോമ്പിനേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക, താഴ്ന്ന കോമ്പിനേഷനേക്കാൾ പ്രിഫർ ചെയ്യുക, ഇഷ്ടപ്പെടുക കേട്ടോ. ഇഷ്ടപ്പെടുക എന്നാ പറയുന്നുള്ളൂ, മേടിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഇപ്പൊ നമ്മൾ പറയും. അപ്പൊ അതിനകത്ത് ഉയർന്ന കോമ്പിനേഷൻ ബണ്ടിലിനെ നമ്മൾ പ്രിഫേർഡ് ബണ്ടിൽസ് എന്ന് പറയും, താഴ്ന്ന ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ ഇൻഫീരിയർ ബണ്ടിൽസ് എന്ന് പറയും. അങ്ങനെ ഇൻഡിഫറൻസ് കർവുകളുടെ കൂട്ടത്തെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. 2 3 4 ഇൻഡിഫറൻസ് കർവുകളുടെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഇൻഡിഫറൻസ് കർവുകളുടെ കൂട്ടത്തെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. A family or a group of indifference curves which represent consumers' preferences over all the bundles are called an indifference map. The arrow indicates അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. 2 വസ്തുക്കൾ വ്യത്യസ്ത അളവുകളിൽ കെട്ടിവെച്ചിട്ടുള്ള ഉപഭോഗ കെട്ടുകളിൽ നിന്നും ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തി ഉപഭോക്താവിന്റെ പരിഗണന നിസ്സംഗത വക്രങ്ങളുടെ കൂട്ട് ഉപയോഗിച്ച് കാണിക്കാവുന്നതാണ്. ഇതിപ്പോ ഇംഗ്ലീഷ്. മുകളിലുള്ള നിസ്സംഗത വക്രം നൽകുന്ന സംതൃപ്തി താഴെയുള്ള വക്രം നൽകുന്ന സംതൃപ്തിയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ നോക്കുക, ഇൻഡിഫറൻസ് കർവിന്റെ മാപ്പ് നമ്മൾ കണ്ടു. ഇൻഡിഫറൻസ് കർവിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണം അല്ലെങ്കിൽ ഷേപ്പിന് കാരണം എന്താണ്? ഡിമിനിഷിംഗ് മാറിയ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. കോൺവെക്സ് ആകൃതി ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു.
എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയാ? ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപഭോക്താവ് ഒരു വസ്തുവിന്റെ അളവ് കൂടുതൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവിനെയാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. The rate at which one consumer is prepared to exchange one good for another, that is called a rate of substitution. In the case of indifference curve, the rate of substitution must be diminishing. മിക്കവാറും അത് ഡിമിനിഷിങ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. വളരെ റെയർലി ആയിരിക്കും എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നു ഇൻക്രീസിങ് ആയിട്ടുള്ള കേസ്. അപ്പൊ അത് ചോദിക്കാവുന്ന കാര്യമാണ്, പലപ്പോഴും ചോദിക്കുന്നത്. പിന്നെ ഹൗ ഡിഫൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ പ്രധാനമായും ചോദിക്കുന്ന കാര്യം നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എപ്പോഴും ചോദിക്കുന്നത് സ്ഥിരം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് കർവുകൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെരിഞ്ഞു വരുന്നു എന്നുള്ള ഇതുപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതിന് കാരണം എന്താണ്? ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ അളവ് കുറച്ചാൽ മാത്രം നമുക്ക് ഇവിടുത്തെ താഴത്തെ വസ്തുവിന്റെ അളവ് കൂട്ടാൻ പറ്റുള്ളൂ. ഇവിടെ മാംഗോസും ബനാനാസും ആണ്, പക്ഷെ നമ്മുടെ എക്സാമിനകത്ത് ഓർക്കുക എന്താണ്? ഓറഞ്ചും ആപ്പിളാണ് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ഒരു ഡയഗ്രം കണ്ട് കട്ട് ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ ഇവിടെ നമ്മൾ കൂടുതൽ വേണ്ടെന്ന് വെക്കുന്നു 1 യൂണിറ്റ് ആപ്പിളിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കേസിൽ ഇത് കുറവാണ്, ഈ ഒരു സെക്ഷൻ കുറവാണ്. ഇത് എപ്പോഴും ഒരു താഴത്തെ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ഇതൊന്ന് 1 യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്. പക്ഷെ ഇവിടെയോ ഇത് 5 ആയിരുന്നു നമ്മുടെ എക്സാമ്പിളിനകത്ത്, പിന്നെ 3 ആയിരുന്നു, പിന്നെ 2 ആയിട്ട് കുറഞ്ഞു, പിന്നെ 1 ആയിട്ട് കുറഞ്ഞു അല്ലെ. അപ്പൊ ഇത് 5, 3, 2, 1. എന്തായാലും ഇൻഡിഫറൻസ് കർവുകളുടെ കേസിൽ ഇങ്ങനെ കുറവുണ്ടാവും. 5, 3, 2, 1 തന്നെ അല്ലെങ്കിൽ കൂടി 8, 6, 4, 2, 1 എന്നിങ്ങനെ കുറവുണ്ടാകും. അപ്പൊ നോക്കുക, ഇത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് അല്ലെ ആപ്പിളിന്റെ അളവ് 1 യൂണിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഓറഞ്ചിന്റെ അളവിനാ കുറയ്ക്കേണ്ടി വരുന്നു. അപ്പൊ അടുത്ത ലെവലിൽ അതുപോലെ ആപ്പിളിന്റെ അളവ് പിന്നെയും കൂട്ടുന്നു, ഓറഞ്ചിന്റെ അളവ് കുറച്ചിട്ടാ കൂട്ടുന്നു. അങ്ങനെ ആപ്പിളിന്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ ആപ്പിളിന്റെ അളവ് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഓറഞ്ചിന്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ സ്ലോപ്പ് ഇതുപോലെ ഇങ്ങനെ വരും. അതിനെ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാൻ കാരണം എന്താണ്? ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്ന്. അതേപോലെ തന്നെ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് കൂടുതൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറയ്ക്കണം. മനസ്സിലായില്ലേ? x1 കൂടുതൽ മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന x2ന്റെ അളവ് കുറഞ്ഞു വരുന്നു. അത് തന്നെ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഒരു വസ്തു കൂടുതലുള്ള കെട്ടിൽ തീർച്ചയായും മറ്റേ വസ്തു കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ നിസ്സംഗത അവർ എപ്പോഴും താഴേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. അതായത് താഴത്തെ വസ്തു അല്ലെങ്കിൽ x1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആപ്പിള് കൂട്ടുവാൻ വേണ്ടിയിട്ട് ആപ്പിള് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കുറയ്ക്കണം. മനസ്സിലായില്ലേ? അത് ഡിമിനിഷിങ് ആ അളവ്, അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് ചെരിഞ്ഞു വരുന്നു. ഇതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഓർക്കുക, ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നുള്ള കാര്യമെങ്കിലും ഓർത്ത് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഡയഗ്രാം വരച്ചിട്ട് ഇത്രയും പറഞ്ഞാലും മതി, ഇത്രയൊക്കെ ചോദിക്കുള്ളൂ. നിങ്ങളോട് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാനൊന്നും പറഞ്ഞ് ചോദിക്കൊന്നുമില്ല, പേടിക്കണ്ട. അപ്പൊ ഇൻഡിഫറൻസ് കർവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതിന് കാരണം ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ പോയിന്റ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഗ്രേറ്റർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു മുമ്പത്തെ ഡയഗ്രത്തിൽ കണ്ട പോലെ 2, 2, 3, 3, 4, 4 എന്ന് പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് കർവിന്റെ ഉയർന്ന പോയിന്റുകളിൽ കൂടുതൽ സംതൃപ്തി കിട്ടും എന്നുള്ളതാണ്. അതായത് ഒരു താഴ്ന്ന ഇൻഡിഫറൻസ് കർവില് താഴ്ന്ന സാറ്റിസ്ഫാക്ഷനും എന്ന് പറഞ്ഞ പോയിന്റിൽ ചെറിയ സാറ്റിസ്ഫാക്ഷനാണ് ഉള്ളത് എന്ന് പറഞ്ഞ പോയിന്റിലൂടെ. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ അതിനേക്കാളും കൂടുതൽ യൂട്ടിലിറ്റിയും സി എന്ന് പറഞ്ഞ പോയിന്റിൽ അതിനേക്കാളും കൂടുതൽ സന്തോഷവും കിട്ടുന്നുണ്ട്. എ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാക്കാണ്. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഉയർന്ന ഇൻഡിഫറൻസ് കർവുകളിൽ ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ നൽകാൻ കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 4 എന്നുള്ള ലെവലിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഉയർന്ന ഇൻഡിഫറൻസ് കർവിൽ. അതേസമയം താഴ്ന്ന ഇൻഡിഫറൻസ് കർവുകളിൽ ക്വാണ്ടിറ്റീസ് കുറവായതുകൊണ്ട് തന്നെ സാറ്റിസ്ഫാക്ഷൻ കുറവായി. മൂന്നാമത്തെ ഫീച്ചർ, ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ.
രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഛേദിക്കില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോട് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഇപ്പോഴൊന്നും ചോദിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ 3 ഫീച്ചേഴ്സാണ് ഉള്ളത്. ഇൻഡിഫറൻസ് കർവിന്റെ 3 പ്രോപ്പർട്ടീസാണ് ഉള്ളത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഉള്ളത് പ്രധാനമായിട്ട്. ഒന്ന്, ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. രണ്ടെന്ന് പറഞ്ഞ എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതുപോലെ ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു, താഴ്ന്ന ഇൻഡിഫറൻസ് കർവുകൾ താഴ്ന്ന ലെവൽ സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമത്തെ എന്ന് പറഞ്ഞ് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ നെവർ ഇന്റർസെക്ട് എന്നുള്ളത്. അതിന് കാരണം ഇതാണ്, നമ്മളിപ്പോ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചു, ഇതിനകത്ത് 2, 2 എന്നുള്ള കോമ്പിനേഷൻ ഉണ്ട്, 1, 2 എന്നുള്ള കോമ്പിനേഷൻ ഉണ്ട്, 2, 1 എന്നുള്ള കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഈ ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റുകളിലും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഉയർന്ന ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരച്ചു, അല്ലെ? ഈ ഉയർന്ന ഇൻഡിഫറൻസ് കർവിനകത്തോ ഉയർന്ന ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. 4, 4 കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് 6, 2 കാണും, അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഈ 2, 2-നേക്കാളും കൂടുതൽ യൂട്ടിലിറ്റി തരുന്നതാണ് 4, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർന്ന ഇൻഡിഫറൻസ് കർവിൽ ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചിരിക്കുക, ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചിരിക്കുക, നമ്മുടെ ഇവിടുത്തെ ഡയഗ്രാം പോലെ തന്നെ. ഇതില് ഈ ഒരു പോയിന്റില് ഇത് 2, 1 എന്നാണ് കരുതിക്കും. അപ്പൊ ഇത് ഈ ഒരു പോയിന്റിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ പോയിന്റിലെ സാറ്റിസ്ഫാക്ഷനേക്കാളും കുറവാണ്. എന്ന് പറഞ്ഞാല് ഈ ഒരു ഡയഗ്രത്തില് 2, 1 എന്നുള്ള പോയിന്റിലെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലെ സാറ്റിസ്ഫാക്ഷൻ ബിയെക്കാളും കുറവാണ്. മനസ്സിലായില്ലേ? ഇനി ഇത് ഇങ്ങോട്ട് ബിയിൽ നിന്നും സിയിലേക്ക് വരുവാന്ന് കരുതി, ഈ പോയിന്റിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എ എന്ന് പറഞ്ഞ ഡയഗ്രം ഇങ്ങോട്ട് കിടക്കുക, ഡി എത്തുക. ഇവിടെ വരുമ്പോഴോ സി എന്ന് പറഞ്ഞ പോയിന്റിലെ സാറ്റിസ്ഫാക്ഷൻ ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ സാറ്റിസ്ഫാക്ഷനേക്കാളും കുറവാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, ബി എന്നുള്ള പോയിന്റില് ഇതൊരു ഉയർന്ന ഇൻഡിഫറൻസ് കർവാ, സി എന്ന് പറഞ്ഞ പോയിന്റില് ഇതൊരു താഴ്ന്ന ഇൻഡിഫറൻസ് കർവായിട്ട് മാറും. മനസ്സിലായില്ലേ? അങ്ങനെ സംഭവിക്കില്ലെന്നാ പറഞ്ഞു. ഒരേ ഇൻഡിഫറൻസ് കർവിന്റെ ബി എന്നുള്ള പോയിന്റിൽ ഉയർന്ന ലെവൽ യൂട്ടിലിറ്റി നൽകും, ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ആയതുകൊണ്ട്. അതേ ഇൻഡിഫറൻസ് കർവിന്റെ മറ്റൊരു സ്ഥലത്താകുമ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റ് ഇതിനേക്കാളും താഴ്ന്നിരിക്കും. ലോജിക്കലി എങ്ങനെയാ പറയുന്നത്? ഒരു ഇൻഡിഫറൻസ് കർവിന്റെ എല്ലാ പോയിന്റിലും ഒരേ യൂട്ടിലിറ്റി ആണെന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻഡിഫറൻസ് കർവ് എല്ലാ പോയിന്റുകളിലും ഒരേ യൂട്ടിലിറ്റി ആണെങ്കിൽ ഉയർന്ന ഒരു ഇൻഡിഫറൻസ് കർവ് ഉയർന്ന യൂട്ടിലിറ്റി നൽകുന്നുണ്ടെങ്കിൽ ഈ ബിയും സിയും എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ആയിട്ട് മാറും. അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി, 2 ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ മതി. ആരും എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ചോദിക്കൊന്നുമില്ല. ഇനി ചോദിച്ചാൽ ഞാനിപ്പോ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഈ വർഷം. മനസ്സിലാക്കുവാണെങ്കിൽ അടുത്ത വർഷം എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നമ്മളിനി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഓക്കെ അല്ല, ഒരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈ ഡിഫറൻസുകൾ ഒന്ന് കണ്ടിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നോക്കുക. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്ഡ് ബൈ JR ഹിഗ്സ് ആൻഡ് RGD അലനും ഹിഗ്സോടെ ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തു. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ യൂണിറ്റ് യൂട്ടിൽസ്, അല്ലെങ്കിൽ യൂട്ടിൽസ് ആയിട്ട് യൂണിറ്റ് ആയിട്ട് അളക്കാൻ പറ്റും എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത്. എത്ര അളവെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനകത്ത് കനോട്ട് ബി മെഷേർഡ് ബട്ട് ക്യാൻ ബി റാങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനകത്ത് നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. കമ്പയർ ചെയ്തിട്ട് റാങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാർഡിനൽ യൂട്ടിലിറ്റി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മാർജിൻ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ഡിമിനിഷിംഗ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം, അതുകൊണ്ട് ഞാനിലേക്ക് പറഞ്ഞു. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് യൂസ് ടു ഡിറൈവ് ഡിമാൻഡ് കർവ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് എ ടൂൾ, ഇറ്റ്സ് ടൂൾ ഇസ് ഇൻഡിഫറൻസ് കർവ്.
അപ്പം പറഞ്ഞ കാര്യം ഇതാണ്. കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ ഉണ്ടാക്കിയതാണ്. അത് പറയുന്നത് എന്താണ്, യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റും, ക്വാണ്ടിഫയബിൾ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അത് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓരോ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ആ വസ്തുവിനുള്ള നമ്മുടെ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അവസാനം മാർജിൻ യൂട്ടിലിറ്റി 0 ആകും, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകും എന്ന് പറയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് കാർഡിനി യൂട്ടിലിറ്റി അനാലിസിസ് തന്നെ. ആ തിയറി വെച്ചിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്. രണ്ടും ഒന്ന് തന്നെ. ഡിമാൻഡ് കർവിനെ അനലൈസ് ചെയ്യുന്നതും ഡിമാൻഡ് കർവിന്റെ ഡെറിവേഷൻ വരുന്നതും ഈ സിദ്ധാന്തത്തെ ബേസ് ചെയ്തിട്ടാണ്. ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് ആണ് പറയുന്നത് എന്താണ്, ഹിഗ്സും അലനും ഡെവലപ്പ് ചെയ്തത്. അത് പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, എന്നിട്ട് റാങ്ക് ചെയ്യാൻ പറ്റും യൂട്ടിലിറ്റി. ഒന്നിനേക്കാളും കൂടുതൽ യൂട്ടിലിറ്റി അടുത്ത ബണ്ടിൽ നിന്ന് കിട്ടി, ഏതിൽ നിന്നാണ് കൂടുതൽ യൂട്ടിലിറ്റി ഉള്ളത് എന്ന് കമ്പയർ ചെയ്തിട്ട് അതിനെ റാങ്ക് ചെയ്യാം. 1, 2, 3 അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് അങ്ങനെ റാങ്ക് ചെയ്യാന്നാ പറയുന്നത്. അതുകൊണ്ട് ഓർഡിനൽ എന്ന് തന്നെ പറയുന്നു. കാർഡിനിലാണ് 1, 2, 3 എന്ന് പറയുന്നത്, ഓർഡിനലില് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ അതുപോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓർഡിനറി യൂട്ടിലിറ്റിക്കകത്ത്. ഒരു വസ്തുവിന്റെ അളവ് കുറച്ചിട്ട് മറ്റേ വസ്തു കൂടുതൽ മേടിക്കും. അത് ഡിക്ലൈനിങ് ആണല്ലോ ഡിമിനിഷിംഗ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ ഈ ഓർഡിനറി യൂട്ടിലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോഴും ഈ തിയറി പൂർണ്ണമായിട്ടില്ല കേട്ടോ, ഇതിനകത്ത് ഇൻകൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിനകത്ത് കണ്ട കാര്യം എന്താണ്, ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പറയുന്ന ഇതാണ്, ഉപഭോക്താക്കൾക്ക് ബണ്ടിലുകളെ അല്ല അവർക്ക് മേടിക്കാൻ പറ്റുന്ന ബണ്ടിലുകളെ കമ്പയർ ചെയ്യാൻ പറ്റും, പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ റാങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുപോലെ റാങ്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി നൽകുന്നത്. അപ്പൊ അതായിരിക്കും ഫസ്റ്റ് റാങ്കിങ് പലപ്പോഴും വരിക സ്വാഭാവികമായിട്ടും. അപ്പൊ അതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റീസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറഞ്ഞ ക്വാണ്ടിറ്റീസിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള മോണോട്ടോണിക് പ്രിഫറൻസ്. അപ്പൊ അതിനായിരിക്കും കൂടുതൽ റാങ്ക് കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ ഒരേ യൂട്ടിലിറ്റി നൽകുന്ന വ്യത്യസ്തങ്ങളായ കോമ്പിനേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതുപോലെ ഉയർന്ന ഇൻഡിഫറൻസ് കർവിലായിരിക്കും ഉയർന്ന ക്വാണ്ടിറ്റീസ് കിട്ടുക. അപ്പൊ താഴ്ന്ന ഇൻഡിഫറൻസ് കർവിനേക്കാളും ഉയർന്ന ഇൻഡിഫറൻസ് കർവിലെ പോയിന്റ് ആയിരിക്കും കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യും. താഴ്ന്ന ഇൻഡിഫറൻസ് കർവ് ഇൻഫീരിയർ ബണ്ടിലാണ്, ഉയർന്ന ഇൻഡിഫറൻസ് കർവുകളായിരിക്കും സുപ്പീരിയർ അഥവാ പ്രിഫേർഡ് ബണ്ടിൽ എന്നറിയപ്പെടുക. അങ്ങനെ ഇൻഡിഫറൻസ് കർവുകളുടെ ഗ്രൂപ്പിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡിഫറൻസ് കർവിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതിന് കാരണം റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആകൃതിയിലായിരിക്കും, കോൺവെക്സ് ടു ദ ഒറിജിൻ നാം പറയുന്നു. അതിനും റീസൺ ഇത് തന്നെയാണ്, ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒന്നാമത്തെ വസ്തു കൂടുതൽ മേടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. പിന്നെയോ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അതിന്റെ സങ്കല്പം തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചിട്ട് തൽക്കാലം ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ അടുത്ത ഉടൻ തന്നെ നാളെ തന്നെ നിങ്ങൾക്കുള്ള ഇതുവരെയുള്ള പോർഷന്റെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതിന്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, ആൻസർ ഡിസ്കസ് ചെയ്ത ശേഷം അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ നിങ്ങളത് എഴുതി അയക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നത് ചെയ്യാന്ന് ഓർത്തിരുന്നത്, ഇന്നിപ്പോ ഇത്ര സമയം ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇപ്പൊ തരുന്നില്ല, നാളെ അത് അപ്ലോഡ് ചെയ്ത്. ഓക്കെ, താങ്ക് യു.